നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമുള്ള സൗജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനിക്ക് തുടക്കമായി. വർഷം 800 കോടി രൂപ ചെലവ് വരുന്ന ഈ സൗജന്യ യാത്രാ പദ്ധതി KSRTCയെ പെരുവഴിയിലാക്കുമോ എന്ന ആശങ്കയാണ് പ്രധാനം. എന്നാൽ യാത്രാ സൗജന്യത്തെ വരുമാന വഴിയാക്കി മാറ്റാനുള്ള നീക്കത്തിലാണ് സർക്കാർ എന്നുള്ള സൂചനകളും പുറത്തുവരുന്നു. അങ്ങനെയെങ്കിൽ അത് പുതിയൊരു തുടക്കമാകും. ഡബിൾ ബെല്ലടിച്ച് പദ്ധതിക്ക് തുടക്കം കുറിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത് ഇതൊരു അഭിമാന നിമിഷമാണ്. അധികാരത്തിലെത്തി ഒരു മാസം തികയും മുമ്പ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം സർക്കാർ പാലിക്കുന്നു. ഒപ്പം ഇത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായി കാണുന്നില്ല. ഇത് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതിയാണ്. KSRTCയെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കില്ലെന്നും 800 കോടി രൂപ സർക്കാർ നൽകുമെന്നും പറഞ്ഞു. സംസ്ഥാനത്താകെയുള്ള 3125 ഓർഡിനറി ബസ്സുകളിൽ ഇനി പണം കൊടുക്കാതെ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാം. ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റും അടക്കം എല്ലാത്തരം ബസ്സുകളിലേക്കും സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ് വാഗ്ദാനം ചെയ്തിരുന്നതെന്നും എന്നിട്ട് ഓർഡിനറിയിൽ മാത്രമാക്കി ചുരുക്കിയത് ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നും ആരോപിച്ച് പ്രതിപക്ഷം ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. അതിലെ രാഷ്ട്രീയത്തിനപ്പുറം സൗജന്യ യാത്രയെ വരുമാന വഴിയാക്കാൻ സർക്കാരിന് കഴിയുമോ, അതോ KSRTCക്കും സർക്കാരിനും ഇത് ബാധ്യതയാകുമോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ഫാദർ സാമുവൽ ആണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ഫാദർ, നമുക്ക് KSRTCയിൽ സർക്കാർ വാഗ്ദാനം അതിൻ്റെ ഭാഗികമായിട്ടാണെങ്കിലും ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കേരളത്തിൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ് പോകുന്ന സ്ഥലത്തെല്ലാം സൗജന്യമായി യാത്ര ചെയ്യാനുള്ള അവസരം കൈവന്നിരിക്കുന്നു. വർഷം 800 കോടി രൂപ ചെലവ് വരുന്നൊരു പദ്ധതിയാണിത്. ഈ സൗജന്യ യാത്രയെ ചില തരത്തിൽ ഒരു വരുമാന വഴിയാക്കി കണ്ടെത്താനുള്ള ചില ശ്രമങ്ങൾ കൂടി സർക്കാരിൻ്റെ ഭാഗത്തുണ്ട് എന്നുള്ള ചില സൂചനകളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. എപ്പോഴും അങ്ങനെയാണ് ക്രിയേറ്റീവായി ചിന്തിക്കേണ്ടത്. പക്ഷേ അതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് സാധ്യമാകുമോ? അങ്ങനെയാണോ വേണ്ടത്? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആദ്യമായിട്ട് സർക്കാരിന് എൻ്റെ അഭിനന്ദനങ്ങൾ. കാരണം ഒരു കാര്യം പറഞ്ഞു, അത് പ്രായോഗികമായി തീർത്തു. വളരെയേറെ സന്തോഷമുണ്ട്. ഹലോ, പറഞ്ഞോളൂ ഫാദർ, പറഞ്ഞോളൂ. വളരെയേറെ സന്തോഷമുണ്ട്. ഇനി KSRTCക്ക് ഇതുകൊണ്ട് നഷ്ടം വരുമോ, ഇനി ഭാവിയിൽ എന്തായി തീരുന്നതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, അതിലേക്ക് ആവശ്യമായിട്ടുള്ള പണം നൽകാൻ തക്കവണ്ണം സർക്കാർ തയ്യാറാണെങ്കിൽ മറ്റ് പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ തക്കവണ്ണം കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ പ്രൈവറ്റ് മേഖലയിലെ ബസ് ഉടമകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രയാസമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും പല മേഖലകളിലും KSRTCയേക്കാൾ പ്രൈവറ്റ് ബസ്സസ് ഓടുന്നത്. അവിടെയൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രയാസമായി തീരുമോ എന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ഫാദർ. സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, രാഷ്ട്രീയമായി പ്രതിപക്ഷം വാഗ്ദാനം പൂർണ്ണമായും പാലിച്ചില്ല എന്ന് പറയുന്നു. എന്നാൽ ഒരു സർക്കാർ അധികാരത്തിലേറി ഒരു മാസത്തിനുള്ളിൽ തന്നെ അവരുടെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ഭാഗികമായിട്ടാണെങ്കിൽ പോലും അത് പാലിച്ചത് പ്രാവർത്തികമാക്കി എന്നത് നേട്ടം തന്നെയാണ്. ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട വിഷയം, ഇതിനുവേണ്ടി ചെലവ് വരുന്ന 800 കോടി രൂപ ഖജനാവിൽ നിന്ന് KSRTCക്ക് നൽകും എന്ന് പറയുന്നു. എന്നാൽ ഭാവിയിൽ ഇതടക്കം സ്വന്തം നിലയിൽ നടത്താൻ കഴിയുന്ന രീതിയിൽ KSRTCയെ മാറ്റും എന്ന് പറയുന്നു. അതിനുള്ള ചില വരുമാന വഴികളൊക്കെ പലതരത്തിൽ നിന്നും അത്തരം നിർദ്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റം സാധ്യമാണോ? തീർച്ചയായും ഇതൊരു നല്ല ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ, ടീം വർക്കായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത് നടക്കും. കാരണം ഈ KSRTCക്ക് തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് ബിൽഡിങ്ങുകളും അതൊക്കെ ചെയ്യാനുള്ള ഒരു സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്ന് വരുമാനം നേടാൻ പറ്റും. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ഒരു 50 കിലോമീറ്റർ ചുറ്റളവിലാണ് ഒരുവിധം ഒരു താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് ഒരു ഉപകാരമാകുന്ന രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. കാരണം ഈ ടെക്സ്റ്റൈൽ ഷോപ്പുകളും അങ്ങനെയൊക്കെ പോകുന്ന ഒരു 50 കിലോമീറ്റർ ചുറ്റളവ്, 10, 30, 50 ആ റേഞ്ചിൽ മാത്രമേ അവർ യാത്ര ചെയ്ത് ജോലി ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിൽ കൂടുതലൊന്നും യാത്ര ചെയ്യാം. ഇപ്പൊ സൂപ്പർ ഫാസ്റ്റിലോ അതിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു 50 കിലോമീറ്റർ ചില അവരൊരു 10-15,000 രൂപ ശമ്പളത്തിൽ പോകുന്നവർക്ക് ഒരു 1,500 രൂപ സേവ് ചെയ്യാൻ പറ്റുന്നത്. ആ സേവ് ചെയ്യുന്നത് വീണ്ടും മാർക്കറ്റിലേക്ക് വരുന്ന ഒരു രീതിയിലേക്കാണ് അത് മാറുന്നത്. മറ്റുള്ളവർക്ക് സഹായമാകും. പിന്നെ
ഈ മലബാർ ഏരിയയിൽ മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ്സുകൾ ഉള്ളത്. KSRTC ഇല്ലാത്തത് ഈ മലബാർ ഏരിയകളിൽ മാത്രമേ ഉള്ളൂ. തെക്കോട്ടൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ KSRTC തന്നെയാണ് ഉള്ളത്. ഇങ്ങോട്ടാണ് മലബാർ ഏരിയയിലാണ് ഈ പ്രൈവറ്റ് ബസ്സുകൾ ഉള്ളത്. പിന്നെ ഈ KSRTC മാത്രമുള്ള റൂട്ടിൽ എന്ന് വെച്ചാൽ പിന്നെ വേറൊന്നും അതിൽ വേറെ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. ഇത് നല്ലൊരു ഇത് തന്നെയാണ്. ഇങ്ങനെ പ്രതിപക്ഷം പറയുന്നതിൽ നിന്നും ഒരു രാഷ്ട്രീയമായിട്ട് നമുക്കത് കാണാൻ പറ്റുള്ളൂ. കാരണം സൂപ്പർ ഫാസ്റ്റിനും അതിനൊന്നും കൊടുക്കുമെന്ന് പറയുന്നത് ഒരു നടക്കാത്ത കാര്യമാണ്, വലിയൊരു ബാധ്യത. കാരണം എല്ലാവരും ഒന്നും ഡെയിലി ഇത്ര 100 കിലോമീറ്റർ 150 കിലോമീറ്ററിലും പോയി യാത്ര ചെയ്യുന്ന അങ്ങനെ നല്ല സാലറിയിൽ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർ തന്നെയാണുള്ളത്. അപ്പം ഓർഡിനറി കൊടുക്കുന്നത് ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. സന്തോഷം. ശ്രീ ഉസ്മാനാണ് കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഉസ്മാൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? സാറേ, എനിക്ക് പറയാനുള്ളത് ഇത് പിന്നെ ആളുകളെ ഒരുമാതിരി പറ്റിക്കുന്ന പണിയാണ്. ഇവിടെ പിന്നെ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെ വന്നിരുന്നു. നിങ്ങൾക്ക് അവിടെ അമ്പലത്തിൽ പോകാം, നിങ്ങൾക്ക് പിന്നെ ഇവിടെ പിന്നെ അയ്യപ്പൻ കോവിലിൽ പോകാം, അവിടെ പോകാം, ഇവിടെ പോകാം, ഇവിടെ പിന്നെ പല സ്ഥലത്തും പോകുന്നതിന് യാതൊരു പ്രയാസങ്ങളും ഇല്ലാന്ന് പറഞ്ഞാണ് വിളിച്ചോണ്ട് പോയത്. ഇപ്പൊ ഇവിടെ അടുത്തേക്കാണ് ഇവിടെ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉള്ളത്. ഹലോ, കേൾക്കാം ശ്രീ ഉസ്മാൻ. സാറേ, പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പിന്നെ മാതൃഭൂമി ന്യൂസിൽ ഒരു കാര്യം വന്നിരുന്നു. അതവിടെ നിൽക്കട്ടെ, ഈ ആളുകളെ പറ്റിക്കുന്ന പണിയാണെന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. ഒരു സർക്കാർ ഒരു വാഗ്ദാനം നൽകി, അവർ അധികാരത്തിലേറി 5 കൊല്ലം പൂർത്തിയായതൊന്നുമില്ല. ഒരു മാസത്തിനുള്ളിൽ ആ വാഗ്ദാനം ഭാഗികമായിട്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്നത് KSRTCയിലെ ഓർഡിനറി ബസ്സിനാണല്ലോ. യാത്രയ്ക്ക് വല്ലപ്പോഴും ഒരിക്കൽ അമ്പലത്തിൽ പോകുന്നതോ പള്ളിയിൽ പോകുന്നതോ അല്ലെങ്കിൽ വിനോദയാത്ര പോകുന്ന പോലെ അല്ലല്ലോ. ദിനം എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ആളുകൾ, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ ആശ്രയിക്കുന്ന KSRTCയിൽ അവിടെ സ്ത്രീകൾക്ക് സൗജന്യമായി ലഭിക്കുമെന്ന് പറയുന്ന ഒരു പദ്ധതിയെ അത് പൂർണ്ണമായി നടപ്പാക്കണമെന്ന് വേണമെങ്കിൽ ആവശ്യപ്പെടാം. പക്ഷെ പറ്റിക്കലാണെന്നൊക്കെ പറഞ്ഞാൽ അതിന് കടന്ന കൈയല്ലേ ഉസ്മാനെ? ഇവിടെ വന്ന് UDF ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾക്ക് പിന്നെ അല്ല, അത് ഉസ്മാൻ സമ്മതിച്ചു. ഞാൻ ചോദിക്കട്ടെ, അത് പറ്റീരാണ് എന്ന് എങ്ങനെയാണ് താങ്കൾ പറയുന്നത്? അത് എന്റെ ചോദ്യമുള്ളൂ. പൂർണ്ണമായി നടപ്പാക്കിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്തൊരു ന്യായമുണ്ട്. ഈ അധികാരത്തിലേറിയ സർക്കാർ 1 മാസത്തിനുള്ളിൽ അതിന്റെ മേജർ പങ്ക് നടപ്പാക്കി. അപ്പോഴത് പറ്റീരാണെന്ന് എങ്ങനെയാണ് പറയുന്നത്? സാറേ, അത് എങ്ങനെ ഇരിക്കട്ടെ, ഒരു കാര്യം അല്ല, അങ്ങനെ ഇരിക്കട്ടെ. അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് ഒരു കാര്യം തീരുമാനത്തിലാക്കിയിട്ട് പോകും. അത് ഗവൺമെന്റിന്റെ കാര്യം അവർ ചെയ്തെങ്കിൽ നല്ല കാര്യം, പോട്ടെ. അല്ല, പോട്ടെ എന്നല്ലല്ലോ, അങ്ങനെ അല്ലല്ലോ. നമ്മളൊരു ആരോ ആയിക്കോട്ടെ, രാഷ്ട്രീയമായി എതിരാളികളായിക്കോട്ടെ, അവർ നല്ല കാര്യം ചെയ്താൽ നല്ലതാണ്, അല്ലെങ്കിൽ അത് മോശം കാര്യം ചെയ്താൽ മോശമാണ് എന്നല്ലേ പറയണ്ട. അല്ലാതെ അവർ ചെയ്യുന്ന എല്ലാം മോശമാണെന്ന് പറയുന്നത് ശരിയാണോ? എല്ലാം മോശമല്ല, അവരിങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തില്ല. അല്ല, അത് ചെയ്യുമ്പോൾ അവർ പറഞ്ഞാൽ ഇത് ആദ്യഘട്ടമാണ്, 1 മാസത്തിനുള്ളിൽ തന്നെ ഈ ആദ്യഘട്ടം എന്ന് പറഞ്ഞ് ചെയ്തില്ലേ? പല സർക്കാരുകളും നൽകുന്ന വാഗ്ദാനങ്ങളൊക്കെ പലപ്പോഴും ഇലക്ഷന്റെ ആകുന്നതിന് 1 മാസം 2 മാസം മുമ്പല്ലേ നടപ്പാക്കുന്നത്. സാറേ, വളരെ സീരിയസ് ആയ ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഇന്ന് മാതൃഭൂമി ന്യൂസിൽ പറഞ്ഞിരുന്നു, പിന്നെ മറ്റേ പിന്നെ ക്രൂഡ് ഓയിൽ 87 രൂപ ആക്കി കുറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ പിന്നെ വണ്ടിയുടെ പെട്രോൾ ചാർജ് കുറയുമോ? ഇന്നിപ്പോ നമ്മള് പിന്നെ സാധനം പഠിക്കാൻ പോയപ്പോഴത്തേക്ക് ഒരു കിറ്റിന് 150 രൂപയാണ് സാമ്പാർ കിറ്റിന് കൊടുക്കുന്നത്. എന്തായാലും തൽക്കാലം അതവിടെ നിൽക്കട്ടെ ശ്രീ ഉസ്മാൻ. നമ്മുടെ വിഷയം അതല്ല. ശ്രീ ആൻഡോ ആണ് തൃശ്ശൂരിൽ നിന്നാണ്. ഉസ്മാൻ, നമ്മുടെ വിഷയം അതല്ല, അതുകൊണ്ടാണ്. വിഷയമാണെങ്കിൽ അത് ചർച്ച ചെയ്യാം, അല്ലാതെ എല്ലാ ദിവസവും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ കഴിയില്ല. ശ്രീ ആൻഡോ ആണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ ആൻഡോ, താങ്കൾ കുറച്ചുകൂടി, ഞാൻ ഈ യാത്രാ സൗജന്യം വരുന്നു, പക്ഷേ ഈ യാത്രാ സൗജന്യത്തിന് 800 കോടി രൂപയുടെ ബാധ്യതയുണ്ട്. കേരളത്തെ പോലൊരു സംസ്ഥാനത്തിന് അത് വലിയ ബാധ്യത തന്നെയാണ്, വർഷം 800 കോടി എന്ന് പറയുന്നത്. അതിനെ ഈ യാത്രാ സൗജന്യത്തെ മറ്റു ചില തരത്തിലൊക്കെ ഈ ബസ്സുകളിൽ പരസ്യങ്ങൾക്കും ഈ ബസ്സുകളിലെ മറ്റു ചില സ്ത്രീകൾ കൂടുതലായി കയറുന്ന ഇതിൻ്റെ സ്പോൺസർഷിപ്പിലേക്കും ഒക്കെ കൊണ്ടുവരാനുള്ള പലതരം ആലോചനകളുണ്ട് എന്നുള്ള ചില സൂചനകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഇതിനെ ഒരു വരുമാന വഴിയാക്കി, ഈ സൗജന്യത്തെ മറ്റു തരത്തിൽ വരുമാന വഴിയാക്കി മാറ്റാൻ അത് സാധ്യമാവുന്ന ഒന്നാണോ? നടക്കൂ സാറേ, ഇത് നടക്കുമല്ലോ, ഇത് നടക്കണല്ലോ. നോക്കൂ, നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ ഇപ്പൊ നേരത്തെ ഈ ഉസ്മാനൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഈ സർക്കാർ അധികാരത്തിലേറിന്റെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ BJPയിലെ വനിതകൾ കയറി ബസ്സിൽ ഞങ്ങൾക്ക് എവിടെ സൗജന്യം എന്ന് ചോദിച്ചതുപോലെ, അല്ലെങ്കിൽ ഈ സർക്കാർ അധികാരത്തിലേറി പിറ്റേ ദിവസം മുതൽ ഈ പെൻഷനൊക്കെ കൊടുക്കുന്നത് കാണണമല്ലോ എന്ന് പറയുന്നത്. അതായത് ഈ പെൻഷൻ മുടങ്ങണം, ഈ പദ്ധതി നടക്കരുത് എന്നൊക്കെ വിചാരിക്കുന്ന 10 കൊല്ലത്തെ ഭരണം നഷ്ടപ്പെട്ടിട്ട് അതിന്റെ വിഷമത്തിലേക്ക് ഇതൊന്നും നടക്കരുത്, ഇവിടെ ഒന്നും നടക്കരുതെന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നോക്കൂ, ഈ പദ്ധതിയുടെ ഗുണം
ആ അനുഭവിക്കുന്ന ആൾക്കാരെ നോക്കൂ. നേരത്തെ ഒരു സഹോദരൻ പറഞ്ഞില്ല, എത്ര ശരിയാണ്. നോക്കേ, ടെക്സ്റ്റൈൽ മേഖലയിൽ ജോലി ചെയ്യുന്ന 10,000 രൂപ മാസ വരുമാനം, 10,000-10,000-ന് താഴെയും ജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ 20 രൂപ ഒരു വശത്തേക്ക് യാത്ര ചെയ്യുന്ന, ഒരു ദിവസം 40 രൂപ ചെലവ് ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 1,200 രൂപ അവർക്ക് സ്വരൂപിക്കാൻ കഴിയും എന്ന് യാത്ര ചെയ്ത സ്ത്രീകളുടെ എത്രയോ ബൈറ്റുകൾ നമ്മൾ കണ്ടതാ. നോക്കൂ, അവരൊക്കെ പറയുന്ന സന്തോഷം നോക്കൂ. അപ്പൊ ഇവിടെ ഇതെന്താ രാഷ്ട്രീയമായി കാണാം. സർക്കാരിന് ബാധ്യത വരുന്ന വിഷയമാണ്. ആ ബാധ്യത വരുന്നത് വിഷയത്തെ അതിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഇതൊരു പുതിയ തുടക്കമല്ലേ? നിങ്ങൾ ഈ അടിയിൽ എഴുതി കാണിക്കുന്ന പോലെ അത് പുതിയ തുടക്കമല്ലേ? ആ തുടങ്ങി അതിന്റെ ഈ സ്ത്രീകൾക്കുള്ള ഒരു ആദരവാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ അനീഷയാണ്, കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി അനീഷ, ഒരു മിനിറ്റ് നിൽക്കുക. ഇതിനിടയ്ക്ക് ഈ നമ്മുടെ ഒരു കമൻറ്റിന് മറുപടി, ഉസ്മാൻ മറുപടിയായി ഒരു കമൻറ്റ് ഇതിനിടയിൽ വന്നു. അത് അമ്പാടി എന്ന് പറയുന്ന ഒരാളാണ് ഇട്ടേക്കുന്നത്. അയ്യപ്പൻ കോവിൽ പോകാം, കായംകുളത്ത് നിന്ന് കോട്ടയം കയറി അവിടെ നിന്ന് കട്ടപ്പന വണ്ടിക്ക് കയറും എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. കോട്ടയം വരെ KSRTC ഓർഡിനറി ഉണ്ട്. KSRTC ഓർഡിനറി അവിടെ നിന്ന് കട്ടപ്പന വണ്ടി കയറി അയ്യപ്പൻ കോവിൽ ഇറങ്ങാതിരിക്കും. എനിക്ക് കൃത്യം സ്ഥലം അത് എവിടെയെന്നല്ല ഇറങ്ങാൻ അറിയില്ല, അത് അറിയാവുന്ന ആളാണെന്ന് തോന്നുന്നു അമ്പാടി. എന്തായാലും ആ മറുപടി കൊള്ളാം. ഇനി സൗജന്യമായ യാത്രയാണ് നിർബന്ധമാണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് സ്ഥലങ്ങൾ പോകാം എന്നുള്ളൊരു മറുപടിയാണ്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് വായിച്ചത്. അനീഷ പറഞ്ഞോളൂ. ഞാനും ഉസ്മാൻ എന്ന് പറഞ്ഞ ആള് പറഞ്ഞപ്പോ എന്റെ മനസ്സിലും അങ്ങനെയാ തോന്നിയത്. 2 വണ്ടി കയറിയായാലും നമുക്ക് നമ്മുടെ ആരാധനാലയങ്ങളിൽ പോകാമല്ലോ. ഇപ്പം ഫാസ്റ്റിനും സൂപ്പർ ഫാസ്റ്റിനും മാത്രം കയറി പോകണമെന്നില്ലല്ലോ. അപ്പൊ അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ആവശ്യക്കാരന് ഔചിത്യം ഇല്ലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആവശ്യം സാധിക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യണം, അത്ര തന്നെ. പിന്നെ ഈ സർക്കാരിനോട് എനിക്ക് വലിയ നന്ദിയുണ്ട്. കാരണം ഇത് വന്നപ്പം ഈ ഒരു സംഭവം വന്നതിന്റെ ഇന്ന് എന്നോട് ഒരു അമ്മ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ, അവര് ലോട്ടറി കച്ചവടം നടത്തുക. അവർ ദിവസം 5 രൂപ മുടക്കിയ, അങ്ങോട്ട് 15 രൂപ മുടക്കിയ, അവർക്കൊരു സൈറ്റ് ഉണ്ട് അവിടെ പോകുന്നത്. അവർക്കപ്പം ദിവസം 30 രൂപ ലാഭിക്കാം. ഈ 30 രൂപ ലോട്ടറി വിറ്റതിന്റെ കേൾക്കാൻ പറഞ്ഞോളൂ. ഈ ലോട്ടറി വിൽക്കുന്ന ക്യാഷിന് വേണം അവർക്ക് എടുക്കുക. ഈ ലോട്ടറി കച്ചവടം എന്നൊക്കെ പറയുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയാം, തുച്ഛമായിട്ടുള്ള വരുമാനം. അപ്പൊ അവർ ഈ ഒരു സംഭവം വരുന്നെന്ന് പറഞ്ഞപ്പോഴേ അവർ ഭയങ്കര സന്തോഷം. അപ്പൊ ഈ പ്രതിപക്ഷം എതിർക്കുമ്പോഴും ഞാൻ ഇതിനെപ്പറ്റി പറയുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കേൾക്കുമ്പോൾ. ഇവർക്ക് എന്നാ പരിപാടി, സ്ത്രീകൾക്കുള്ള ഇതല്ലേ, എന്തോരം ബുദ്ധിമുട്ടിയ സ്ത്രീകൾ ഓരോ കാര്യങ്ങളും ചെയ്യുക, ഒരിടത്തും ദൂരെ ഒക്കെ പോകുന്നത് ഒക്കെ പറയാറുണ്ട്. നമ്മൾ നല്ലത് കണ്ടാൽ നല്ലത് പറയുക. അപ്പം പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷം ഇരിക്കുന്ന സമയത്ത് മറ്റേ പാർട്ടി ഇരുന്ന സമയത്തും പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഏത് പാർട്ടിക്കാരും ഭരണപക്ഷത്തിരുന്ന് എന്ത് ചെയ്താലും അത് നല്ലതാണെന്ന് പറയുക, അല്ല എല്ലാത്തിനും എതിർക്കുക എന്ന് പറഞ്ഞ് ഇന്നിപ്പം BJPയുടെ കുറെ സ്ത്രീകൾ പോയി, അവർക്ക് സൂപ്പർ ഫാസ്റ്റിൽ തന്നെ ടിക്കറ്റ് എല്ലാം, അതൊക്കെ ന്യായമാണോ? ഒരു പാർട്ടി കയറി ആ സമരം അത് തന്നെ ആ പാർട്ടിയെ കൂടി നാണം കടത്തുന്ന ഒരു കോമാളിത്തരം ആയിരുന്നു. അല്ല, അതിനപ്പുറത്തേക്ക് ഒന്നും ആയിരുന്നില്ല. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഒരു 10-12 സ്ത്രീകൾ. അപ്പൊ ഇത് മറ്റുള്ള സ്ത്രീകളുടെ ആ മുഖത്തെ സന്തോഷവും കാര്യങ്ങളും, ഇന്ന് എന്റെ ജോലി വരെ മാറ്റി വെച്ചിട്ട് ഞാൻ ഉദ്ഘാടന TVയുടെ മുന്നിൽ ഇരുന്ന് കണ്ടപ്പോ എനിക്കുണ്ടായ സന്തോഷം എന്ന് പറഞ്ഞാൽ അതുപോലെയാ. എന്റെ വീട്, എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നാ കൊള്ളത്. എന്റെ വീട് ചങ്ങനാശ്ശേരിയാ, കോട്ടയവാ. എനിക്കിപ്പം പോകണമെങ്കിൽ 2 ബസ് കയറി പോകാം. എനിക്കിപ്പം ഫാസ്റ്റിൽ തന്നെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടണമെന്നില്ല. എനിക്ക് ഇവിടുന്ന് കായംകുളത്ത് ഇറങ്ങിയിട്ട് അപ്പുറത്ത് കോട്ടയം ബസ് കയറി എനിക്ക് എന്റെ നാട്ടിൽ ചെല്ലാം, എന്റെ വീട്ടിൽ ചെന്ന് എനിക്ക് കണ്ട. അപ്പൊ അതൊക്കെ ഒരു സന്തോഷമാണ് നമുക്ക്. സ്ത്രീകൾ മിക്ക നാടുകളിൽ ഇപ്പൊ സംസ്ഥാനങ്ങളിൽ ഇതുണ്ടല്ലോ. നമ്മുടെ കേരളം ഇത്രയും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ മുന്നേറിയൊരു സംസ്ഥാനമല്ലേ. അവിടെ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഈ മാറ്റങ്ങൾ വരുമ്പോഴാ അത് കൂടുതൽ ജനങ്ങൾ നമ്മുടെ നാടിനെ പറ്റി അറിയുകയും ആ മാറ്റങ്ങൾ ഉണ്ടാകണം. അതിനെ എതിർക്കുകയല്ല ചെയ്യേണ്ടത്, അംഗീകരിക്കുക, നല്ലതിനെ അംഗീകരിക്കുക. ചീത്ത എതിർക്കുക. ചീത്ത ചെയ്തു, കഴിഞ്ഞ ആഴ്ച എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി, അവരത് മാറ്റം വരുത്തിയില്ലേ? അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, VDS ആണെങ്കിലും കയറി ഒന്ന് പറഞ്ഞല്ലോ, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പറയുക, തിരുത്താം. ആ തിരുത്തുന്നതിനെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. അത് ഒരു പാർട്ടികളും ചെയ്യാത്ത അവർ ചെയ്യുമ്പോൾ അവര് നല്ലതാണെന്ന് പറയുക, നല്ലതാണെന്ന് പറയുക, അത്ര തന്നെ. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ 800 കോടി രൂപയുടെ ബാധ്യത അത് വലിയ ബാധ്യതയാണ്. പക്ഷേ ഈ സൗജന്യ യാത്രയെ വേറെ ചില തരത്തിലൊക്കെ വരുമാന മാർഗമാക്കി ബസ്സിൽ ഈ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങളുടെ പരസ്യവും ഒക്കെ അവതരിപ്പിക്കുക, അങ്ങനെ പലതരത്തിലേക്കുള്ള മാർഗങ്ങൾ അവർ ആലോചിക്കുന്നുണ്ട്. ചില CSR ഫണ്ട് ഇതിലേക്ക് എത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു. അപ്പോൾ അത്തരം രീതികളിലൊക്കെ കൊണ്ടുവന്ന് ഇതിനെ ഒരു വരുമാന മാർഗമാക്കി എടുക്കാൻ കഴിയുമോ? നമസ്കാരം സാർ. നമസ്കാരം.
എനിക്ക് പറയാനുള്ള ആദ്യമായിട്ട് നമ്മുടെ UDF സർക്കാരിനും നമ്മുടെ മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും അഭിനന്ദനം അറിയിക്കട്ടെ. കാരണം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാല് ഈ സർക്കാരിന്റെ ഈ നടപടി തീർച്ചയായിട്ടും സ്ത്രീകളുടെ മുന്നിൽ ഒരു സന്തോഷമായ കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഈ സർക്കാരിന് എപ്പോഴും പ്രതിപക്ഷങ്ങൾ വിമർശിക്കുന്നതാണ്. നമുക്കറിയാലോ, ഇപ്പൊ തന്നെ തിരുവനന്തപുരം ജില്ലാ സുരേഷ് പറഞ്ഞിരിക്കുന്ന BJP സെക്രട്ടറി പറഞ്ഞിരിക്കുന്ന ഇതൊരു കബളിപ്പിരിയാണ്. സാറേ, ഇത് കബളിപ്പിരി അല്ല. കാരണം എന്ന് വെച്ചാൽ ഇതിനെ തീർച്ചയായിട്ടും നടപ്പിലാക്കാൻ കഴിവുള്ള ഒരു സർക്കാരാണ് ഈ കേരളത്തിലിരിക്കുന്നത്. ഇതിന് നമ്മൾ മനസ്സിലാക്കാതെ ഇടതുപക്ഷമാണെങ്കിലും കൂടാത്തതിന്റെ കാരണമാണ് ഇതിനൊക്കെ വരുമാന മാർഗം കണ്ടുപിടിക്കാൻ മാർഗങ്ങളുണ്ട് KSRTC. ഉദാഹരണത്തിന് ഞങ്ങളുടെ പൊൻകുന്നം ഡിവിഷനിൽ എന്റെ വൈഫ് അവിടെ താൽക്കാലികമായി ജോലി ചെയ്താണ്. എനിക്കറിയാം, തീർച്ചയായിട്ടും അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, KSRTC സ്വന്തമായിട്ടുള്ള. അവിടെ പൊതുജനങ്ങൾക്ക് പെട്രോൾ പമ്പിൽ നമ്മൾ ഡീസൽ അടിക്കാം. 15 ലക്ഷം രൂപയാണ് ഒരു ദിവസം പിരിവ്. 15 ലക്ഷം രൂപ എന്ന് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് 15 ലക്ഷം ലിറ്റർ ഡീസൽ അടിക്കുമ്പോഴാണ് കിട്ടുന്നത്. ഈ ഡീസൽ അടിക്കുമ്പോൾ കിട്ടുന്ന പൈസയിൽ തീർച്ചയായിട്ടും ഒരു ലിറ്ററിനെങ്കിലും 2 രൂപയെങ്കിലും കിട്ടും. അപ്പം 30,000 രൂപയെങ്കിലും ഈ ഡീസലിന് വരുമാനമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പൊൻകുന്നം ഡിപ്പോ തീർച്ചയായിട്ടും ഒരിക്കലും ഒരു വരുമാനത്തിന്റെ പുറകോട്ട് പോവുകയല്ല, മുന്നോട്ട് തന്നെ പോവുള്ളൂ. ഇത്തരം കാര്യങ്ങൾ എല്ലാ പമ്പുകളിലും. പിന്നെ നമുക്ക് അവിടെ സ്ഥലങ്ങൾ കിടപ്പുണ്ട്, അവിടെ ലോഡ്ജുകൾ വരുമ്പോൾ താമസിക്കുന്നവർക്ക് സൗകര്യം, അവിടെ ഉദ്യോഗസ്ഥന്മാർക്ക് വന്ന് താമസിക്കാൻ സൗകര്യം, ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും KSRTC മുന്നോട്ട് പോകും. ഇത് 100 ദിവസമൊന്നല്ല, തീർച്ചയായിട്ടും ഈ 5 വർഷം അധികാരത്തിൽ വരുമ്പോൾ ഇത് തീർച്ചയായിട്ടും നടപ്പിലാക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ പറഞ്ഞു ഫാസ്റ്റ് പാസഞ്ചർ കൊടുത്തു. ഇതെങ്കിലും നല്ല കാര്യമാണ്. ജനങ്ങൾ ചിന്തിക്കുന്നില്ലേ, സ്ത്രീകൾ ചിന്തിക്കുന്നില്ല. എനിക്കറിയാം, ഞങ്ങളുടെ അയൽപക്കത്ത് ഓരോരുത്തര് വീട്ടുപണിക്ക് പോകുന്നുണ്ട്. അവർക്ക് വണ്ടിക്കൂലി ഇല്ലാതെ പോകുമ്പോൾ നമ്മളുടെ ഒന്ന് വായ്പ വയ്ക്കാന്ന്, ചേട്ടാ എനിക്കൊരു 50 രൂപ തരാമോ, ഞാൻ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ തരാം. ഇത്തരം കാര്യം ഇപ്പൊ ഇവര് പറഞ്ഞെന്ന് വെച്ചാൽ അവർക്ക് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോലെ ഇനിയിപ്പോ തങ്ങനോട് വായ്പ മേടിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് പോയിട്ട് തിരിച്ചു വരാമല്ലോ. ഇതൊക്കെ നല്ല കാര്യമാണ് സാർ. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഏത് സർക്കാരാണ് സാറേ ഇക്കാലത്ത് കൃത്യമായിട്ടൊരു കാര്യം നിൽക്കും? നമുക്കറിയാമല്ലോ, 80 ഇടതുപക്ഷം അധികാരത്തിൽ നമ്മൾ 10 ലക്ഷം പേർക്ക് ജോലി കൊടുക്കുന്നു. നയനാർ സർക്കാർ പറഞ്ഞ് അധികാരത്തിൽ ആർക്കെങ്കിലും ജോലി കൊടുത്തോ? ഇവിടെ മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന 50 രൂപ ഡീസലിന് കൊടുക്കുമെന്ന് പറയും, ഗ്യാസിന് വിലക്കൂട്ടുകൾ പറഞ്ഞു. ഇതൊന്നും നടപ്പിലാക്കിയോ? ഇതൊക്കെ പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ചെയ്യാം. ശ്രീ റജിയാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ റജി, താങ്കൾ എങ്ങനെയാണ് ഈ പദ്ധതിയെ കാണുന്നത്? ഇന്നിപ്പോൾ പ്രതിപക്ഷം പറയുന്നത് ഇത് വഞ്ചനയാണ്, പൂർണ്ണമായും പാലിക്കപ്പെട്ടില്ലെന്ന് പറയുന്നു. ഭരണപക്ഷം പറയുന്നു ഇതൊരു തുടക്കമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ വലിയ സാമ്പത്തിക ബാധ്യതയുള്ളതാണ്, അതൊക്കെ കണ്ടെത്തും എന്നുകൂടി ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ഒക്കെ. താങ്കൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് അഭിമാന നിമിഷം. കാര്യം ജനങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ സർക്കാർ കൊടുക്കുക, അവന്റെ ഹൃദയത്തിൽ സ്പർശിക്കുന്നത് വേണം കൊടുക്കാൻ. കിരണ, ഞാൻ ഇന്ന് മുഴുവൻ സ്ഥലം, ഞങ്ങളുടെയൊക്കെ ഉൾപ്രദേശങ്ങളാണ് ബസ് റൂട്ട്, ഞാൻ സകല സ്ഥലത്തും 2 വീലറെ ഫോളോ ചെയ്ത് ഈ സ്ത്രീകളുടെ ആനന്ദം ഞാൻ കണ്ടേച്ചു വന്നതാണ്. സ്ത്രീകൾ രാഷ്ട്രീയമെല്ലാം വിട്ട് ഈ ഗവൺമെന്റിന്റെ പിന്നിൽ അണിനിരന്നിരിക്കുക. ഇതുപോലെ തന്നെ ഹൃദയത്തെ സ്പർശിക്കുന്ന വികസനങ്ങളാണെങ്കിലും ജനങ്ങൾക്ക് നേരിട്ട് കൈ കിട്ടുന്നത് വേണം ചെയ്യാൻ. അതിന് ഈ സർക്കാരിനെയും VD സതീശനെയും അങ്ങേയറ്റം അഭിനന്ദിക്കും. ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഒന്നും പറയുന്നില്ല. ഇത് നമ്മുടെ മുൻ ഗതാഗത മന്ത്രി പറഞ്ഞതേ, 10 വർഷം ഭരിച്ചിറങ്ങിയപ്പോ മുൻ മന്ത്രി പറയുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന ആണും പെണ്ണുമായിട്ടുള്ള പെണ്ണിന് കൊടുക്കുമ്പോൾ ആൺകുട്ടിക്ക് മടി തോന്നും, അവന് വിഷമം തോന്നുന്നുണ്ട്, അതുകൂടെ ഫ്രീ ആക്കണം എന്ന് വരെ പറയാനുള്ള സാഹചര്യം ഈ ഗവൺമെന്റ് ഉണ്ടാക്കി എന്നുള്ള അഭിമാനകരമായ നേട്ടമാണ്. ഇത്രയും പറയും, രാഷ്ട്രീയത്തിനകത്തൊന്നും ഞാൻ ഇടപെടുന്നില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ജോയ് ആണ്, കോതമംഗലത്ത് നിന്നാണ്. ശ്രീ ജോയ്, താങ്കൾ എങ്ങനെയാണ് സർക്കാരിന്റെ ഈ വാഗ്ദാനത്തെ, അല്ലെങ്കിൽ ഈ വാഗ്ദാനം ഇപ്പോൾ ഈ പാലിച്ച രീതിയെ കാണുന്നത്? സാറേ, ഇതിനകത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല. അതേ ഭരണപക്ഷത്തിലും പ്രതിപക്ഷത്തിലാണെങ്കിലും ജനങ്ങൾക്ക് കൊടുക്കുന്ന സൗജന്യം, അതുപോലെ തന്നെ ഇവർക്കുള്ള ഈ പറഞ്ഞ മന്ത്രിമാരും എല്ലാം ഫ്രീ ആയിട്ടല്ലേ യാത്ര ചെയ്യുന്നത്. പ്രതിപക്ഷത്ത് സാധിക്കുന്ന ആൾക്കും ഫ്രീ ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. എന്തുകൊണ്ട് ജനങ്ങൾക്ക് കൊടുത്തുകൂടാ? ജനങ്ങൾ ഒരു ദിവസം ഒരു 10 രൂപ ഫ്രീ ആയിട്ട് കൊടുക്കട്ടെ. കാരണം മറ്റൊന്നുമല്ല, ഇത് കാരണത്താൽ ഈ പറഞ്ഞ ഗവൺമെന്റ് എത്രയോ ലോസ്ഫുല്ല പോണേ. സർക്കാർ ജീവനക്കാർ വണ്ടിയിൽ പോണു, അങ്ങനെ പൊതുഗതാഗതം എന്തോരം എടുക്കുന്നത്. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു ചെറിയ കാര്യം ചെയ്യുന്നതിന് ആരും വിയോജിപ്പ് കാണിച്ചിട്ട് കാര്യമില്ല. ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ നല്ലതാണെന്ന് പറയാൻ, അവരെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ മനസ്സുണ്ടാവണം. അല്ലാതെ ചിലരൊക്കെ പറയുന്നതനുസരിച്ച് ഇത് ഭയങ്കര സംഭവമാണ്, ആർക്കും ചെയ്യാത്ത കാര്യമാണല്ലോ VD സതീശൻ അത് ചെയ്തത്. നന്നായി,
സതീശന് 100% ഞാൻ അംഗീകരിക്കുന്നു. കാരണം 1 രൂപ കൊടുക്കാനുള്ളത് കൊടുക്കട്ടെ, അല്ലാതെ ഈ പറഞ്ഞ പ്രതിപക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ട് കുറെ ഇത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ജനങ്ങള് അനുഭവിക്കട്ടെ, ജനങ്ങളും ഒരു 10 രൂപ ഫ്രീ ആയിട്ട് എടുക്കട്ടെ. ബാക്കി എന്തെല്ലാം പൊതുഗതാഗതത്തിൽ നമ്മുടെ മന്ത്രിമാരും സെക്രട്ടറിമാരും എല്ലാവരും ഈ വാഹനം ഉപയോഗിച്ചല്ലേ പോണേ. ഇത് പൊതുഗതാഗതല്ലേ, അപ്പൊ അവരും ഉപയോഗിക്കട്ടെ, ജനങ്ങൾ സ്ത്രീകൾ ഉപയോഗിക്കട്ടെ. അപ്പൊ ആ സ്ത്രീകളുടെ മേൽ അത് 1 രൂപ എത്തുമ്പോ അത് വീട്ടിലെത്തും. ആയാണ് സതീശൻ പറഞ്ഞത്. എത്ര ഈ ഒരു ചെറിയ ചുരുക്കൻ പൈസ കൊണ്ട് ജോലിക്ക് പോകുന്ന ആളുകൾക്ക് ഇതൊരു വലിയ എണീസ് തന്നെയാ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഹിമാലയത്തിന്റെ മഞ്ഞണിഞ്ഞ കൊടുമുടികൾക്കിടയിലൂടെ വരയ്ക്കപ്പെട്ട നിയന്ത്രണ രേഖ, അതായത് ലൈൻ ഓഫ് കൺട്രോൾ, കേവലം 2 രാജ്യങ്ങളെ വേർതിരിക്കുന്ന ഒരു അതിർത്തി മാത്രമല്ല, അതൊരു കാലയന്ത്രം കൂടിയാണ്. ആ രേഖയുടെ ഇരുവശങ്ങളിലുമായി ജീവിക്കുന്ന മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ 2 ലോകങ്ങളാണ്. ജൂൺ 9 എന്ന ഒരൊറ്റ ദിവസം ഈ വലിയ യാഥാർത്ഥ്യത്തിന്റെ നേർചിത്രമായി മാറുകയായിരുന്നു. ഒരു വശത്ത് പാക് അധിനിവേശ കാശ്മീരിലെ റവാലാക്കോട്ട്, മുസാഫറാബാദ്, മിർപൂർ തുടങ്ങിയ നഗരങ്ങൾ ഭരണകൂടത്തിനെതിരെയുള്ള ജനരോക്ഷത്താൽ പുകയുകയായിരുന്നു. തെരുവുകളിൽ വെടിയൊച്ചകളും കണ്ണീർ വാതകത്തിന്റെ രൂക്ഷഗന്ധവും നിറഞ്ഞു നിന്നു. എന്നാൽ അവിടെ നിന്നും വെറും 100 കിലോമീറ്റർ കിഴക്കോട്ട് മാറി ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ ഹിമാലയത്തിന്റെ അഗാധതയിൽ മറ്റൊരു ചരിത്രം രചിക്കപ്പെടുകയായിരുന്നു. ബാൾട്ടാലിലും സോനാമാർഗിലും മീനാമാർഗിലുമുള്ള എഞ്ചിനീയർമാർ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുദിശ തുരങ്കങ്ങളിലൊന്നായ സോജില ടണലിന്റെ നിർമ്മാണത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടം പൂർത്തിയാക്കിയതിന്റെ ആഘോഷത്തിലായിരുന്നു. നിയന്ത്രണ രേഖയുടെ ഇരുവശങ്ങളിലുമായി ഒരേ സമയം അരങ്ങേറിയ ഈ 2 സംഭവങ്ങൾ 1947 ശേഷമുള്ള വിഭജനത്തിന് ശേഷം കാശ്മീർ എന്ന ഭൂപ്രദേശം സഞ്ചരിച്ച തികച്ചും വ്യത്യസ്തമായ 2 പാതകങ്ങളെയാണ് വരച്ചു കാട്ടുന്നത്. ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 13.15 കിലോമീറ്റർ നീളമുള്ള ഓർഡിനറി KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമുള്ള യാത്രാ സൗജന്യ പദ്ധതി പ്രിയദർശിനി ഇന്ന് നിലവിൽ വന്നു. അത് സംബന്ധിച്ച രാഷ്ട്രീയ വിവാദങ്ങളും വരുമാനത്തെ സംബന്ധിച്ച ചർച്ചകളും പോസിറ്റീവായ ചർച്ചകളും നെഗറ്റീവായ ചർച്ചകളും ഒക്കെ തുടരുകയാണ്. അതിൽ നമ്മളും പൊതുവേദിയും പങ്കുചേരുകയാണ്. ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഹലോ, നമസ്കാരം. നമസ്കാരം. വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നുണ്ട്, പദ്ധതികളൊക്കെ നടപ്പാക്കുന്നുണ്ട്, അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെങ്കിൽ അത് ഇത്ര കടുപ്പമായി പോയി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് സ്ത്രീകൾക്ക് മാത്രമായിട്ടല്ലാതെ കൊണ്ട് പുരുഷന്മാർ 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്ക് കൂടി ഒരു അവസരം കൊടുക്കണമായിരുന്നു എന്നാണ് ഷാജി. അങ്ങനെ അവര് UDFന്റെ പ്രകടനപത്രയിൽ ഉണ്ടായിരുന്നോ 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്ക് യാത്രാ സൗജന്യം കൊടുക്കും? അങ്ങനെ നടപ്പാക്കണമായിരുന്നു. അങ്ങനെ അല്ല, അതെന്തിനാ അവര് അങ്ങനെ വാഗ്ദാനം ചെയ്തില്ലല്ലോ? അല്ല, ഇതിപ്പം എല്ലാ ജില്ലകളിലും സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. പുരുഷന്മാരെ നോക്കുകുത്തികളാക്കിക്കൊണ്ടല്ലേ. പുരുഷന്മാർ കുറെ കാലമായിട്ട് എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചോണ്ടിരിക്കല്ലേ, കുറച്ച് സ്ത്രീകളോട് അനുഭവിക്കട്ടെ. സമ്മതിച്ചു. പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ മദ്യം അടിക്കുന്നതും പിന്നെങ്കിൽ കോടിക്കണക്കിന് ക്ലാസുകൾ സർക്കാർ വരുമാനം കൊടുക്കുന്നവരാണ്. അല്ല, അതൊക്കെയാ ചോദിച്ചത്. അവരെല്ലാ സൗകര്യങ്ങളും അവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാം, ഇഷ്ടമുള്ളപ്പം വരാം, ആരും ചോദിക്കാനില്ല. എവിടെ വേണമെങ്കിലും കൂട്ടുകാരെത്തി യാത്ര ചെയ്യുക, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. സ്ത്രീകൾ മഹാഭൂരിപക്ഷം ഇപ്പോഴും അത്തരം സൗകര്യങ്ങളിൽ നിന്നൊക്കെ അകലെ നിൽക്കുകയാണ്. അവർ പുരുഷന്മാർക്ക് വരുമാനമുണ്ട്, വലിയ ആനുപാതികമായ വരുമാനം ഇപ്പോഴും കേരളത്തിലെ സ്ത്രീകൾക്കില്ല. എല്ലാവർക്കും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ആനുപാതികമായ വരുമാനം സ്ത്രീകൾ പൊതുവെ എടുത്താൽ, ശതമാനക്കണക്കെടുത്താൽ ഇപ്പോഴും ഇല്ല. പുരുഷന്മാരെ ആശ്രയിച്ച് ജീവിക്കുന്ന വനിതകൾ ഒരുപാട് പേർ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലികൾ മാത്രം വെച്ച് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. അവർക്കൊരു ആനുകൂല്യം കിട്ടട്ടെന്ന്. അതൊക്കെ കുഴപ്പമില്ല, അത് നല്ല കാര്യം. ഇന്നലെ ഒരു ആളെ അവിടെ പോയി പരാതി പറയേണ്ട കാര്യമുണ്ടോ? ഒരു പരാതിയും പറയേണ്ട കാര്യമില്ല. പക്ഷെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള 60 വയസ്സിന് മുകളിലുള്ളവർ കൊടുക്കാമെന്ന് ഇവര് പറഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെ നമ്മൾ പറയുന്നത് അത് കൊടുക്കണം? പറഞ്ഞിട്ടില്ല. പക്ഷെ അതിപ്പോ പുരുഷന്മാരെ 60 വയസ്സിന് മേലുള്ള എല്ലാവരും താങ്കൾ പറയുന്നത് പോലെ വരുമാനമില്ലാത്തവരല്ലല്ലോ. പെൻഷൻ കിട്ടുന്ന ആവശ്യം പോലെ നല്ല പെൻഷൻ കിട്ടുന്ന ആളുകളും 60 വയസ്സിന് ശേഷവും ജോലി ചെയ്യുന്ന ആളുകളും വരുമാനമുള്ള ആളുകളും ഒക്കെ ഇല്ലേ?
അത് സർക്കാരിന്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനിയും എങ്ങനെയാണെന്ന് അറിയത്തില്ല അതിനെപ്പറ്റി. എന്തായാലും ഇതിപ്പം നടപ്പാക്കുന്നത് നല്ല കാര്യം തന്നെയാ, വേണ്ടാന്നൊന്നും ആരും പറയത്തില്ല. അഭിപ്രായം അങ്ങനെ. ശ്രീ ബിനോയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്, ഒരു കോൺഗ്രസ്സുകാരൻ്റെ നിലയ്ക്ക് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനത്തോടു കൂടി പറയാൻ പദ്ധതി തന്നെയാണ്. താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ പദ്ധതി ഇനി എല്ലാ KSRTCയുടെ ഫാസ്റ്റിലേക്കും സൂപ്പർ ഫാസ്റ്റിലേക്കും എക്സ്പ്രസിലേക്കും ഒക്കെ കടന്നു വരും അടുത്ത ഘട്ടങ്ങളിലൊക്കെ? നമസ്കാരം കിരണേ, തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ വരും. ഇതൊരു കേരളത്തെ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. നാളിതുവരെ ഒരു ഗവൺമെന്റിനും ചെയ്യാൻ പറ്റാത്ത നമ്മളുടെയൊക്കെ അമ്മമാർ, നമ്മളുടെയൊക്കെ സഹോദരിമാർ, നമ്മളുടെയൊക്കെ കൊച്ചമ്മമാർ, മാമിമാർ എല്ലാവർക്കും അവർക്ക് വീട്ടിലിരിക്കാതെ എല്ലാ സ്ഥലത്തും യാത്ര ചെയ്യുവാൻ വേണ്ടി ഇപ്പൊ ഓർഡിനറി KSRTCയിൽ ഫ്രീ ആക്കിയിരിക്കുകയാണ്. അതായത് UDF താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞ ആദ്യത്തെ കാര്യം ഇത് സാമൂഹ്യ പ്രതിബദ്ധതയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ചർച്ച ചെയ്യുന്നത് പോലെ ഒരു മാസം 80 കോടി രൂപയുടെ പ്രതിമാസം ഒരു ഇതുണ്ടാവും, വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് കടവുമൊക്കെ ഉണ്ടാവും. പക്ഷെ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും നല്ലത് കണക്ക് പോവാനും ജീവിക്കുവാനും വേണ്ടിയാണ് സർക്കാർ ഈ പ്രിയദർശിനി പദ്ധതി ഓൺ ചെയ്തിരിക്കുന്നത്. ഇതെന്തായാലും കേരളത്തിലെ ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ വനിതകളുടെ, നമ്മളുടെ പ്രിയപ്പെട്ട അമ്മമാരുടെ മുഖത്തുള്ള ആ ഒരു ചിരിയും പുഞ്ചിരിയൊക്കെ കാണുമ്പോൾ സന്തോഷം പലരും പറയുന്നു. അവരെല്ലാം 1 തീയതി ആയിരുന്നു. അവരമ്പലത്തിൽ പോകുമ്പോൾ ചിലപ്പോൾ അവരുടെ പൈസ കാണില്ല, പക്ഷെ അവര് ആ ഒരു നല്ല മനസ്സോടുകൂടി ഗവൺമെന്റിനെ പോസിറ്റീവാക്കി തിങ്ക് ചെയ്ത് പോകുന്നു. 2, ഞാനൊരു വ്യാപാരി കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ പറയാം, ഇതുകൊണ്ട് സർക്കാരിനൊരു പോസിറ്റീവ് ഉണ്ടാകാൻ പോകുന്നത് മാർക്കറ്റിലോട്ട് പൈസ വരും. ഇപ്പൊ ഒരാൾക്ക് കൊല്ലത്ത് നിന്ന് ഒരാൾക്ക് ഇപ്പം കരുനാഗപ്പള്ളി പോകണം. ഒരമ്മ കരുനാഗപ്പള്ളി പോകുമ്പോൾ അവർ വീടിന്റെ അടുത്ത് ചിലപ്പോൾ ഒരു ഓട്ടോ പിടിക്കും. ആ ഓട്ടോ പിടിച്ച് ബസ് സ്റ്റാൻഡിൽ വരും, ബസ് കയറി അവിടെ പോകും. കരുനാഗപ്പള്ളിയിൽ അവർ 2 or 3 അമ്മമാരുമായിട്ടായിരിക്കും പോകുന്നത്. അവർ തൊട്ടടുത്ത കടയിൽ കയറി ഒരു ബേക്കറി കയറി ജ്യൂസ് കുടിക്കുകയോ അല്ലെങ്കിൽ ബേക്കറിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയോ, അങ്ങനെ മാർക്കറ്റിലോട്ട് പൈസ ഫ്ലോ ചെയ്യുവാനും പറ്റും. വീട്ടില് എനിക്ക് പ്രായമായി, എനിക്ക് വയസ്സായി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അവരൊക്കെ പുറത്തിറങ്ങി മക്കളടുത്ത് പോകാൻ നോക്കും. ഓട്ടോമാറ്റിക്കായിട്ട് മക്കളടുത്ത് പോകുമ്പം അവിടെ ഒരു ചെറുകുട്ടി കാണും. ചെറുകുട്ടിക്ക് ഒരു 100 or 200 രൂപ കൊടുത്ത് എന്തെങ്കിലും സാധനം വാങ്ങി അവരെ വീട്ടിൽ കൊണ്ടുപോകും. അതുകൊണ്ട് ഇത് എല്ലാ തലത്തിലും സത്യം പറഞ്ഞാൽ ഒരു പോസിറ്റീവ്. അത് തന്നെയാണ് ശ്രീ ബിനോയ് പ്രധാനം. ഇതിലൂടെ ലാഭം വരുന്ന തുക അതിപ്പോൾ 1000 രൂപയോ 500 രൂപയോ അല്ലെങ്കിൽ 2000 രൂപയൊക്കെ ആയിക്കോട്ടെ, ഓരോരുത്തരുടെ യാത്രയുടെ തോതനുസരിച്ച് ആ തുക സ്വാഭാവികമായും മാർക്കറ്റിലേക്ക് തന്നെ ഇറങ്ങും. അല്ലാതെ ഈ തുക മാർക്കറ്റിൽ ഇറങ്ങാതിരിക്കില്ല. അത് ആ തരത്തിലേക്ക് നേട്ടമാകും. പക്ഷേ KSRTCയിലേക്ക് അത് എത്തിക്കുക എന്നുള്ള മറ്റൊരു ഉത്തരവാദിത്തം കൂടിയുണ്ട്. എന്തായാലും ശ്രീ രാധാകൃഷ്ണനാണ് വൈറ്റിലയിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കളിലേക്ക് വരും മുമ്പ് നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കാം. ഷിജു കിരിയത്ത് പറയുന്നു, ഇന്നലെ മോശം കമൻറ്റുകൾ വായിക്കില്ല എന്ന് പറഞ്ഞ മനുവിൻ്റെ തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഷിജു കിരിയത്ത് പറയുന്നത്. അമ്പാടി ഇന്ന് കമൻറ്റ് വായന ഇല്ല എന്നൊക്കെ പറയും. അമ്പാടിയുടെ ആദ്യത്തെ കമൻറ്റ് തന്നെ ഇന്ന് കമൻറ്റ് വായന ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതേ അമ്പാടി തന്നെയാണെന്ന് തോന്നുന്നു. മുമ്പേ ഇടയ്ക്ക് ഞാനൊരു കമൻറ്റ് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു നല്ല കമൻറ്റ് കണ്ടു. അതാണെന്ന് തോന്നുന്നു ആദ്യം വായിച്ചത്. ചിലരിങ്ങനെയാണ്, ചിലർക്ക് ഈ പരാതി പറയുക എന്നുള്ളത് തന്നെ അവരുടെ ഒരു ശീലമാണ്. ആദ്യം തന്നെ എന്തിനേയും കുറ്റം പറയുക, പരാതി പറയുക, അത് ചിലരുടെ ശീലമാണ്. നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. അത് തുടർന്നുള്ളൂ, നല്ല കാര്യം. KSRTCയുടെ നമ്പർ കിട്ടുമോ, മന്ത്രിയുടെ നമ്പർ കിട്ടുമോ? എന്തിനാണ് അമ്പാടിക്ക് ഇപ്പോൾ നമ്പർ? അത് ഓൺലൈനിൽ അടിച്ചു നോക്കിയാൽ നമ്പർ കിട്ടുമല്ലോ. KSRTCക്ക് ബാധകമല്ല, സർക്കാർ വഹിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളൂ. പിന്നെ എന്തിനായി കുത്തിത്തിരിപ്പ് ചോദ്യമെന്ന് ജയകുമാർ പറയുന്നു. എന്താണ് കുത്തിത്തിരിപ്പ് ചോദ്യം ജയകുമാറെ? അത് എനിക്ക് തീരെ മനസ്സിലായില്ല. അത് ഇവിടെ ആരും കുത്തിത്തിരിപ്പ് ചോദ്യമൊന്നും ചോദിച്ചിട്ടില്ല. ജയകുമാർ അതിനകത്ത് കുത്തിത്തിരിപ്പ് കണ്ടെത്തിയ ആ കുത്തിത്തിരിപ്പ് ബുദ്ധി എങ്ങനെയാണ് എന്നുള്ളതൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. എന്തായാലും വിളിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, അമ്പാടി തന്നെയാണ് ഈ അയ്യപ്പൻ കോവിലിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞേക്കുന്നത്. സൗജന്യ യാത്ര കുട്ടികളെ വേർതിരിക്കാതെ ആൺകുട്ടികൾക്കും കൂടി കൊടുക്കാമായിരുന്നു. ആൺകുട്ടികൾ 2ാം തരം പൗരന്മാരാണ്, കുട്ടികളല്ലേ എന്നൊക്കെ സുനിൽകുമാർ ചോദിക്കും. സുനിൽകുമാർ, പെട്ടെന്ന് ഇപ്പോഴാണോ ഈ ആൺകുട്ടികൾ 2ാം തരം പൗരന്മാരായി പോവും എന്നൊക്കെയുള്ള വലിയൊരു വിഷമം ഉണ്ടായത് എന്ന് തോന്നുന്നു എനിക്ക് സുനിൽകുമാറിൻ്റെ ആ കമൻറ്റ് കണ്ടിട്ട്. മുതിർന്ന പൗരന്മാർക്കും സ്കൂൾ കോളേജ് കുട്ടികൾക്കും വേർതിരിവില്ലാതെ സൗജന്യം കൊടുക്കുകയാണ് വേണ്ടത് എന്നൊക്കെ സുനിൽകുമാർ പറയുന്നു. ഇത് ഒരു സർക്കാർ അതിനു മുമ്പേ അവരുടെ ഒരു പാർട്ടി UDF LDF വാഗ്ദാനങ്ങൾ വെച്ചു. അവരുടെ വാഗ്ദാനങ്ങളല്ലേ അവർ പാലിക്കുന്നത്. അതിന് പകരം അത് നമ്മൾ പറയുന്ന പോലെ നടപ്പാക്കണമെന്ന് പറഞ്ഞാൽ ആ വാഗ്ദാനം പൂർണ്ണമായും പാലിച്ചില്ല. അത് ശരിയാണ്, അത് പാലിക്കണം എന്ന് തന്നെ പറയണം. അത് പറയുന്നതിന് യാതൊരു തെറ്റുമില്ല, അല്ലെങ്കിൽ അതിൽ വിമർശനം ഉന്നയിക്കുക, അത് തെറ്റില്ല. പക്ഷേ
അത് ഇന്ന രീതിയിൽ നടപ്പാക്കണമെന്ന് നമ്മുടെ ഒരു അഭിപ്രായം എന്ന മട്ടിൽ പറയാം. പക്ഷേ ഈ കുട്ടികൾക്കെല്ലാം ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് സൗജന്യം കൊടുത്തുകൊണ്ട് ആൺകുട്ടികൾക്കാകെ രണ്ടാം തരം പൗരന്മാരായി പോകുന്നുണ്ടാൽ ഈ ആൺകുട്ടികളൊക്കെ ഇത്ര കാലം അനുഭവിച്ച സൗകര്യങ്ങൾ ഈ പെൺകുട്ടികൾക്ക് ഇപ്പോഴും പൂർണ്ണമായും കിട്ടുന്നില്ലല്ലോ. വൈകുന്നേരം ആൺകുട്ടി താമസിച്ചു ചെല്ലുന്ന നേരത്ത് ഇപ്പോഴും പെൺകുട്ടിക്ക് താമസിച്ച് ചെല്ലാൻ കഴിയാത്ത അവസ്ഥ കേരളത്തിലെ മഹാഭൂരിപക്ഷം കുടുംബങ്ങളിലും വീടുകളിലുമെല്ലാം ഉണ്ട്. അവിടെയൊന്നും അവർക്കൊന്നും ഇത് രണ്ടാം തരം ആണ് എന്നുള്ളത് ഉള്ള ഫീൽ ഉണ്ടായില്ലല്ലോ സുനിൽകുമാർ. അത്രയൊക്കെ അങ്ങ് വിഷമിക്കാതെ സുനിലെ. VC തോമസ് പറയുന്നത് എല്ലാ ഓർഡിനറി ബസ്സിനും സൗജന്യ യാത്ര എന്ന് പ്രഖ്യാപിച്ചിട്ട് തിരുവനന്തപുരം ഓർഡിനറി ബസ് എല്ലാം സിറ്റി സർവീസാക്കി മാറ്റി വളരെ ഓർഡിനറി ബസ്സിന് സൗജന്യമുള്ളൂ എന്ന് VC തോമസ് തെറ്റായ ഒരു പ്രചരണമാണെന്ന് ഇന്ന് രാവിലെ ഗതാഗത മന്ത്രി തന്നെ പറഞ്ഞു. ആകെയുള്ള 3000 ഇഷ്ടം ഓർഡിനറി ബസ്സുകളുടെ എണ്ണം കൂട്ടുകയല്ലാതെ കുറയ്ക്കില്ല എന്ന് ഗതാഗത മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് അനന്തരം അത് വാർത്തയാക്കി നൽകാം, അല്ലെങ്കിൽ അപ്പോൾ അതിനെതിരെ വിമർശിക്കുകയും ചെയ്യാം. ഇതിലും അത്യാവശ്യം ജയിലിലെ ഫുഡ് തമിഴ്നാട്ടിൽ വിജയ് ചെയ്ത പോലെ കഞ്ഞിയും പയറും ആക്കണം, അപ്പോൾ ജയിൽ കൊടുക്കുന്ന ഫുഡ് കുട്ടികൾക്ക് കൊടുക്കാം, ശരിയല്ലേ എന്നൊക്കെ. സുനിൽകുമാർ, ഇതൊക്കെ ഈ ഒരു അല്പം കൂടി ഒന്ന് ചിന്തിച്ചു വിട്ട് അഭിപ്രായം പറയുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ജയിലിൽ കഞ്ഞിയും പയറും ഒന്നും കൊടുക്കണം എന്നുള്ള അഭിപ്രായമൊന്നും വ്യക്തിപരമായി എനിക്കില്ല. അത് താങ്കൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ അഭിപ്രായമുള്ളവരൊക്കെ ഉണ്ട്. ജയിലിലല്ല എവിടെയായാലും ആളുകൾക്ക് മിനിമം പോഷകാഹാരം കൊടുക്കുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തത്തിൽ കിടക്കുന്നത്. അത് സ്കൂളിലായാലും ജയിലിലായാലും എല്ലാം ആ മിനിമം പോഷകാഹാരം കൊടുക്കേണ്ട ആവശ്യം അവർക്ക് മനുഷ്യാവകാശം ഒക്കെ ഉണ്ട്. അതെല്ലാം പോട്ടെ, ഇനി കേരളത്തിലെ ജയിലുകളിലെല്ലാം കൂടി പോയാൽ കൂടിയ ഒരു 10,000-11,000 ആളുകളാണുള്ളത്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾ 39 ലക്ഷം 40 ലക്ഷത്തോളം വരും. ഈ 10,000 പേരുടെ ഏതെങ്കിലും അവർക്ക് കൊടുക്കുന്ന ഒരു പോഷകാഹാരം മാറ്റി കഞ്ഞിയും പയറുമാക്കി കഴിഞ്ഞാൽ ആ ചിലവ് കൊണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല ഭക്ഷണം കൊടുക്കാമെന്നൊക്കെ ചിന്തിക്കുന്ന തന്നെ അതൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ, ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും. കേരളത്തിലാകെ എത്ര പ്രിസണേഴ്സ് ഉണ്ട്, കേരളത്തിലാകെ എത്ര സ്കൂൾ കുട്ടികളുണ്ട് എന്ന് കിട്ടും. ആ കണക്കൊക്കെ നോക്കിയിട്ട് വേണം ഇത്ര അഭിപ്രായങ്ങളൊക്കെ ഒരു പൊതുവായ സ്ഥലത്തിൽ വന്ന് വിളിച്ചു പറയുമ്പോൾ അത് ശ്രദ്ധിക്കുക കൂടി വേണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സർക്കാരിനെ കൊണ്ട് സ്ത്രീകൾക്ക് തന്നെയെങ്കിലും ഒരു ഗുണമുണ്ടായല്ലോ എന്ന് മുരളി പറയുന്നു. ഓർഡിനറി ബസ്സിൽ തൃശ്ശൂരിൽ നിന്നും അങ്കമാലി എത്താൻ അത് പെട്ടെന്ന് ഈ പരസ്യം വരുന്നതുകൊണ്ട് ഇടയ്ക്ക് ചാടി പോകുന്നുണ്ട്, അതുകൊണ്ട് ക്ഷമിക്കണം. ഇലക്ട്രിക് ബസ് കൊണ്ടുവരണം, തീർച്ചയായും നല്ല തുടക്കം തന്നെ UDF സർക്കാർ ചെയ്തു. ഒരുപാട് മലിനീകരണം കുറയ്ക്കാൻ സാധിക്കുമെന്നൊക്കെ പറയുന്നു. KSRTCക്ക് താങ്ങാൻ കഴിയുമെന്ന താങ്കളുടെ ചോദ്യത്തെയാണ് ഞാൻ സൂചിപ്പിച്ചതെന്നാണ് ജയകുമാർ പറയുന്നത്. KSRTCക്ക് താങ്ങാൻ കഴിയുമെന്നുണ്ടെങ്കിൽ സർക്കാരിനും താങ്ങാൻ കഴിയില്ല. 800 കോടി രൂപ ബദൽ വരുമാന മാർഗം കണ്ടെത്താതെ സർക്കാരിനും കേരള സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക നില വെച്ചിട്ട് 800 കോടി എല്ലാ വർഷവും KSRTCക്ക് കൊടുത്തുകൊണ്ട് സൗജന്യം നിലനിർത്തുക താങ്ങാൻ കഴിയുന്ന ഒന്നും തന്നെ അല്ല. അത് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. അതിന് പകരം ഉള്ള വരുമാന മാർഗം KSRTC തന്നെ സ്വന്തം നിലയിൽ നടപ്പാക്കാൻ കഴിയുന്ന വരുമാനത്തിലേക്ക് ഉയരണം. നമ്മളുടെ ഇന്നത്തെ വിഷയം തന്നെ അങ്ങനെ കേവലം രാഷ്ട്രീയമായിരുന്നില്ല. ബദൽ വരുമാന മാർഗം എങ്ങനെ ഈ സൗജന്യ യാത്രയെ ഒരു ബദൽ വരുമാന മാർഗമാക്കി കണ്ടെത്താം. പല ആശയങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. സ്ത്രീകൾ കൂടുതലായി യാത്ര ചെയ്യുന്ന ബസ്സുകൾ വരുമ്പോൾ സ്ത്രീകളുടെ ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ അവിടെ കൊണ്ടുവരാം. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ശുചിമുറികളും സൗകര്യങ്ങളും താമസ സൗകര്യങ്ങളും കൂടുതൽ ഏർപ്പെടുത്തി അത്തരമൊരു ടൂറിസം പ്രോത്സാഹിപ്പിക്കാം. അത്തരം ഓരോ ബസ്സുകൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സ്പോൺസർമാരെ കണ്ടെത്തി അത്തരം ബസ്സുകൾ സ്പോൺസർ ചെയ്യുക. അങ്ങനെ പലതരത്തിൽ വരുമാനം കണ്ടെത്താനുള്ള പുതിയ വഴികൾ ആലോചിക്കുന്നുണ്ട്. എല്ലാത്തിലും രാഷ്ട്രീയത്തിനപ്പുറം അത്തരം ചില പോസിറ്റീവായ വഴികൾ അത് ഏത് സർക്കാർ കണ്ടെത്തിയാലും അത് നടപ്പാക്കാൻ കഴിഞ്ഞാൽ അത് വലിയ തുടക്കമാണ്. നമ്മുടെ ഇൻട്രോയിൽ തന്നെ അത് വ്യക്തമായി പറഞ്ഞിരുന്നതാണ് ശ്രീ ജയകുമാർ. താങ്കളൊക്കെ സ്ഥിരമായി ഈ മുഴുവൻ കേൾക്കുന്ന ആൾ എന്ന നിലയ്ക്കാണ്. പിണറായി സർക്കാർ ഇതിലൊക്കെ എത്രയോ ഇരട്ടി ഗുണം കിട്ടുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തു. ഒരിടത്തും അരമണിക്കൂർ പോലും ചർച്ചയുണ്ടായില്ല. ഇതാണ് മാധ്യമങ്ങളുടെ ഇടതിനോടും വലുതിനോടുള്ള സമീപനമെന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. AK കൃഷ്ണൻകുട്ടി തന്നെ പിണറായി സർക്കാർ ചെയ്ത എത്രയോ നല്ല കാര്യങ്ങളുടെ പേരിൽ ഈ ചർച്ചയിൽ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെയും ചർച്ചയിൽ പങ്കെടുക്കണം. ഈ സർക്കാർ മോശം ചെയ്താലും അതിൻ്റെ ആ ചർച്ചകളിലുമൊക്കെ താങ്കൾ പങ്കെടുക്കണം. അല്ലാതെ പിണറായി സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ഞങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യാതിരുന്നിട്ടില്ല. പൊതുവേദിയുടെ പഴയ ലക്കങ്ങളൊക്കെ ആവശ്യം പോലെ യൂട്യൂബിൽ എത്ര വർഷത്തെ വേണമെങ്കിലും എടുക്കാൻ പിന്നിലേക്ക് അടിച്ചാൽ എല്ലാ ദിവസവും കിടപ്പുണ്ട്. ഒരു ദിവസം പോലും നമ്മളാരും അയച്ചു കളഞ്ഞിട്ടില്ല. അതൊക്കെ പരിശോധിക്കാവുന്നതാണ്. എന്തായാലും അങ്ങനെ കുറേ വിഷ്ണു M നായർ ജനിച്ചതിൻ്റെ പേരിൽ രണ്ടാം തരന്മാരായി പൗരന്മാരായി പോകുന്ന സർക്കാർ എന്ന് വിഷ്ണു M നായർ. അങ്ങനെ സ്ത്രീയായി ജനിച്ചു പോയതിൻ്റെ പേരിൽ രണ്ടാം തരമോ മൂന്നാം തരമോ അഞ്ചാം തരമോ ഒക്കെ ആയി ജീവിക്കേണ്ടി വന്ന എത്രയോ നൂറ്റാണ്ടുകളുടെ ചരിത്രം സ്ത്രീകൾ കൊണ്ട് വിഷ്ണു. അതുകൊണ്ട് പുരുഷന്മാരുടെ ഒരു ഇത്തിരി ഒന്ന് അങ്ങനെ ഉണ്ടായാൽ പോലും അതിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് മാത്രമല്ല അതൊക്കെ സ്വീകരിക്കാൻ പുരുഷന്മാർ ബാധ്യസ്ഥരാണ്. ഇപ്പോഴും ഏതൊക്കെ തരത്തിൽ സമത്വം പറയുമ്പോഴും സമൂഹത്തിൽ ഒന്നാം തരത്തിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പുരുഷന്മാർ തന്നെയാണ്. മഹാഭൂരിപക്ഷം കുടുംബങ്ങളിലും മഹാഭൂരിപക്ഷം സാമൂഹ്യ അന്തരീക്ഷത്തിലും അനുഭവിക്കുന്ന പുരുഷന്മാർ തന്നെയാണ്. അതുകൊണ്ട് സ്ത്രീകൾക്കൊരു ചെറിയൊരു സൗജന്യം കൊടുത്തപ്പോഴത്തേക്ക് പുരുഷന്മാർ രണ്ടാം തരമായെന്നുള്ള വിലാപം ഒന്നും വേണ്ട. അതൊക്കെ ഈ സൗകര്യങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് കാണുമ്പോഴുള്ള അസ്വസ്ഥതയാണ്. അത് ഒന്ന് സ്വന്തമായി ചിന്തിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് തന്നെ മനസ്സിലാവും. അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന അമ്മയോടോ പെങ്ങളോടോ സഹോദരിമാരോടോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായ കൂട്ടുകാരികളാരല്ലോ അവരോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ രണ്ടാം തരത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ അത്തരം ജീവിതാനുഭവങ്ങൾ പറയാൻ എല്ലാ സ്ത്രീകൾക്കും അതിന്
അമ്മയായാലും മകളായാലും അവർക്കെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഈ രണ്ടാം തരം പൗരന്മാരായി പോയല്ലോ എന്നുള്ള വിഷമമൊന്നും ഒരു കാരണവശാലും വേണ്ട. ജോസഫ് ഫിലിപ്പ്, BJP പറയുന്നത് ഇത് കബളിപ്പിക്കുന്നു എന്ന്. കാര്യം ശരിയാണ്, അവർ ഇതുവരെ ചെയ്തു പോയ കാര്യം അതാണല്ലോ. 50 രൂപ പെട്രോൾ, 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ, തൊഴിൽ വാരിക്കൊരു $1 ഇടിഞ്ഞിടിഞ്ഞ് ഏതാണ്ട് 100 രൂപയിലെത്തി എന്ന് പറയുന്നു. ശിവകുമാർ ഗോപാലൻ നായർ 8139. ഇതുപോലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ സൗകര്യം നടപ്പാക്കിയ ഡൽഹിയിലെ ആപ്പിനെയും തമിഴ്നാട്ടിലെ DMK തെരഞ്ഞെടുപ്പിൽ ജനം പുറത്താക്കി. പ്രായമോ സാമ്പത്തികമോ നോക്കി വേണമായിരുന്നു സൗജന്യം എന്ന് പറയുന്നു. സൗജന്യ യാത്രയും ക്ഷേമ പ്രവർത്തനം നൽകി എന്ന് കരുതിയൊന്നും അധികാരത്തിൽ വോട്ടിന് എപ്പോഴും അതെല്ലാം ഒരു സർക്കാർ അത് ചെയ്തു എന്ന് കരുതി അവർക്ക് എപ്പോഴും വോട്ട് ചെയ്യണമെന്നില്ല. രാഷ്ട്രീയമായ ഒരുപാട് കാരണങ്ങൾ കാണും ഒരു സർക്കാരിനെ മാറ്റാനും ആ സർക്കാരിനെ തോൽപ്പിക്കാനും ജയിപ്പിക്കാനും ഒക്കെ കാണും. അല്ലാതെ ഒരു നല്ല കാര്യം ചെയ്തത് വെച്ചിട്ട് മാത്രമല്ലല്ലോ സർക്കാരിനെ ജയിപ്പിക്കുകയും തോൽപ്പിക്കുകയും ചെയ്തു. പിണറായി ജനങ്ങളെ കൊള്ളയടിച്ച കാശുകൊണ്ട് ജയിലെല്ലാം 5 സ്റ്റാർ ഹോട്ടലുകളാക്കി കള്ളനും കൊള്ളക്കാർക്കും പീഡന വീരന്മാർക്കും സൗകര്യം ചെയ്തു കൊടുത്തുന്ന ജയകുമാർ പറഞ്ഞു. ജയകുമാർ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റം 5 സ്റ്റാർ സൗകര്യങ്ങളൊക്കെ നമ്മുടെ ജയിലിൽ കാണുമല്ലോ. താങ്കൾ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്ത് അകത്ത് പോയി ഈ 5 സ്റ്റാർ സൗകര്യത്തിൽ ജീവിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ ഈ 5 സ്റ്റാർ സൗകര്യമുള്ള ജയിൽ പോട്ടെ, ഒരു 3 സ്റ്റാറോ 2 സ്റ്റാറോ സൗകര്യമുള്ള ജയിൽ ഏതാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ എവിടെയെങ്കിലും ഉള്ളതായും കേരളത്തിലുള്ളതായും എനിക്ക് ഇതുവരെയും വന്നിട്ടില്ല. എന്തായാലും കുറേയേറെ കമൻറ്റുകളുണ്ട്. വായിക്കാത്ത ആളുകളുടെ കമൻറ്റ് നോക്കിയാണ് വായിക്കുന്നത്. സലീം BA, സ്ത്രീകൾക്ക് മാത്രം ഇളവ് നൽകുന്നതിന് പകരം 30 കിലോമീറ്ററിനുള്ളിൽ സർവീസ് നടത്തുന്ന ബസ്സുകളുടെ റോഡ് ടാക്സും മറ്റ് ചാർജുകളും ഒഴിവാക്കി നാമമാത്ര ചാർജ് ഈടാക്കി സർവീസ് നടത്തിയ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് പറയുന്നു. എല്ലാവർക്കും വേണ്ടിയല്ല ശ്രീ സലീം കുമാർ, ഇത് അവരുടെ വാഗ്ദാനം അവർ പാലിക്കുന്നു. അതാണ് സ്ത്രീകൾക്കുള്ള KSRTC സൗജന്യ യാത്ര വളരെ നല്ല തീരുമാനമാണ്. ത്രിതല പഞ്ചായത്തുകൾക്കുള്ള സർക്കാർ ഫണ്ടുകൾ എത്രയും വേഗം കൊടുക്കണം. PMY ലൈഫ് മിഷനുള്ള വീടുകൾ ഫണ്ടില്ലാതെ മുടങ്ങിക്കിടക്കുകയാണെന്ന് ബാബുരാജൻ ചൂണ്ടിക്കാണി. അത് പ്രധാനം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ഓർഡിനറി ബസ്സിൽ തൃശ്ശൂരിൽ നിന്ന് അങ്കമാലി എത്താൻ 2 മണിക്കൂർ എടുക്കുക. എന്നാൽ ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് 1 മണിക്കൂർ മതി. പണമാണോ സമയമാണോ കൂടുതൽ പ്രധാനമെന്ന് യാത്രക്കാർക്ക് തീരുമാനിക്കുക. അത് അപ്പോഴും അങ്ങനെ തന്നെയല്ലേ. നമുക്ക് കാറ് പിടിച്ചാൽ എത്താവുന്ന ദൂരത്ത് നമുക്ക് KSRTCയിൽ കയറിയാൽ എത്തില്ല. ചിലപ്പോൾ ട്രെയിനിൽ പോയാൽ ചിലപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് അതിനേക്കാൾ വേഗത്തിൽ എത്താനുള്ള സൗകര്യം ഒക്കെ കാണും. അപ്പോൾ നമുക്ക് ട്രെയിനിൽ പോകാൻ ആ സമയത്ത് ട്രെയിനുണ്ടോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള സൗകര്യമുണ്ടോ, എനിക്കിനി കാറ് പിടിച്ചു പോകാൻ സൗകര്യമുണ്ടെങ്കിൽ ആളുകൾ കാറ് പിടിച്ചു പോകും. അത് നമ്മുടെ എപ്പോഴും സൗകര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. നമ്മുടെ കയ്യിൽ പണമുണ്ട്, കാർ പിടിക്കാനുള്ള ശേഷിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സമയം കുറവാണെങ്കിൽ നമ്മൾ കാർ പിടിച്ചു. ഇനി പണമില്ലെങ്കിൽ എനിക്ക് വേഗത്തിൽ എത്തണമെന്ന് വിചാരിച്ചാലും നമ്മൾ KSRTC ബസ്സിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ബസ്സിനെയോ ഒക്കെ ആശ്രയിക്കും, അല്ലെങ്കിൽ ട്രെയിനിനെ ആശ്രയിക്കും. അതൊക്കെ സൗകര്യം പോലെ മനുഷ്യർ എപ്പോഴും ചെയ്യുന്നതാണ്. ശ്രീ രാധാകൃഷ്ണനാണ് വൈറ്റിലയിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം. നമസ്കാരം. ആദ്യമായിട്ട് UDF സർക്കാരിന് അഭിവാദ്യങ്ങൾ. കാരണം ഈ 30 ദിവസം തികണതിന് മുമ്പ് തന്നെ പറഞ്ഞ പദ്ധതി നടപ്പാക്കി. അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും രാഷ്ട്രീയം നോക്കാതെ അതിനെ പിന്തുണക്കാനായിട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവണം. പിന്തുണച്ചില്ലേ പോലും ഇതുപോലെ അത് ഇല്ലാണ്ടാക്കാനുള്ള ഇതായിട്ട് പോകരുത്. കാരണം ജനങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതെ ആക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്ത് രാഷ്ട്രീയമാണ് അവർ, എന്ത് ഭരണമാണ് അവർ ചെയ്യാൻ പോണം. അപ്പൊ അങ്ങനെ ഇത് ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ തന്നെയുള്ള കടകളൊക്കെ, അതൊക്കെ എന്തോരം കടകളെ വെറുതെ കിടക്കണം ഇതായിട്ട്, അതൊക്കെ ഒന്ന് പെയിന്റ് ചെയ്ത് ക്ലീൻ ആക്കി വാടക കൊടുത്ത് നല്ലൊരു വാടക ലഭിക്കും. കാരണം ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലങ്ങളാണ് ഈ സ്റ്റാൻഡുകളൊക്കെ ഇരിക്കുന്നത്. അവിടേക്ക് എത്ര കടകളെ വെറുതെ കിടക്കാനെന്നറിയോ. അതൊക്കെ അതുപോലെ വണ്ടി നല്ല വൃത്തിയിൽ സൂക്ഷിക്കണം. വെച്ചാല് വൃത്തിയില്ലാതെ ഇപ്പൊ പൊടിയും പിടിച്ച് തുടക്കയില്ല കഴിയില്ലാണ്ട് ഇങ്ങനെ പോണേനുള്ള. അപ്പൊ അതൊക്കെ മാറ്റം വന്ന് ജനങ്ങളെ ആകർഷിക്കും. ഇപ്പൊ പ്രൈവറ്റ് വണ്ടിയൊക്കെ 40-50 വണ്ടിയുള്ള ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊന്നും നഷ്ടമൊന്നുമില്ല, ലാഭത്തിൽ ഓടണം. പിന്നെ ഇതിനകത്ത് അഴിമതി, സ്പെയർ പാർട്സിൽ വരെ അഴിമതിയാ. അത് മാറ്റാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി വിൽക്കണ ആളുകളുണ്ട്. കൊണ്ടുപോയി മറ്റു കടകളിൽ അവർ കൊണ്ടുപോയി കൊടുക്കും, ഇല്ലെങ്കിൽ മറ്റു വണ്ടിക്ക് കൊടുക്കും, വർക്ക്ഷോപ്പുകൾക്ക് കൊടുക്കും. അപ്പൊ അങ്ങനെ കൊടുക്കുന്നുണ്ട് മാറ്റാതെ. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിച്ച് ഇത് വന്ന നഷ്ടത്തിലൊന്നും വരൂല, ഇത് ലാഭത്തിൽ തന്നെ പോകും. വരുന്ന കടകളടക്കം എത്രയോ കാലം അടഞ്ഞു കിടക്കുന്നത് നമ്മളൊക്കെ കാണുന്നുണ്ട്. KSRTCയുടെ കയ്യിൽ അങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരുപാട് വഴികളുണ്ട്. പക്ഷെ അത്തരം ക്രിയാത്മകമായ വഴികളിലേക്ക് പോകുന്നില്ല എന്ന യാഥാർത്ഥ്യവും ഉണ്ട്. ജനമിത്രയാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ ജനമിത്ര, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ട് ഈ മാറ്ററിനെ പറ്റി. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഞാൻ അന്നും പറഞ്ഞു, 1 മാസം ഇടവിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉള്ളൊരു സങ്കല്പം ഞാൻ CM-ന്റെ ഓഫീസിൽ സംസാരിച്ചിരുന്നു. ഈ പ്രകടന പത്രിക എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് നൽകിയത്, കോൺഗ്രസ് സർക്കാരല്ല. കോൺഗ്രസ് സർക്കാർ എന്ന് പറഞ്ഞാൽ ഖജന ഉപയോഗിക്കുന്ന ഗവൺമെന്റ് എന്റർടൈൻമെന്റ് ആണ്. ആ ഗവൺമെന്റ് എന്റർടൈൻമെന്റ് ഖജന ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ ആൺപെൺ വ്യത്യാസം ഇല്ല, മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ശ്രീ ജനമിത്ര, അത് അടിസ്ഥാനപരമായി തന്നെ താങ്കളുടെ ആ വാദം തെറ്റാണ്.
സ്ത്രീകൾക്ക് വേണ്ടിയും പുരുഷന്മാർക്ക് വേണ്ടിയും സമൂഹത്തിൽ ദൗർബല്യം അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയും ഒക്കെ പ്രത്യേക പദ്ധതികൾ നടപ്പാക്കണം എന്നുള്ളത് നടപ്പാക്കുകയാണ് എന്നുള്ളതുമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസൃതമായി. അതിന് യാതൊരുവിധ തെറ്റുമില്ല. ഇതിൽ ഒരു വിവേചനത്തിന്റെ വിഷയം അതിനകത്ത് വരുന്നതേ ഇല്ല. ദുർബലരായ മനുഷ്യർക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ നടപ്പാക്കാറുണ്ട്. അതൊക്കെ ചെയ്യാൻ ജനമിത്ര, അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം തന്നെ താങ്കളുടെ വാദം ഒരു ഗൗരവമുള്ള വാദമേ അല്ല എന്ന് പറഞ്ഞത്. കാരണം സമൂഹത്തിൽ ദൗർബല്യം, സ്ത്രീകൾ എന്തായാലും പുരുഷന്മാരെക്കാൾ സമൂഹത്തിൽ ദൗർബല്യം അനുഭവിക്കുന്ന ജനവിഭാഗമാണല്ലോ. പുരുഷന് കിട്ടുന്ന എല്ലാവിധ അവകാശങ്ങളും സൗകര്യങ്ങളും നൂറ്റാണ്ടുകളായി സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുക്കുന്നത് വിവേചനമല്ല. എന്തിനാണ് സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക്, സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക്, ജാതീയമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് അവർക്കൊക്കെ സർക്കാർ സാമ്പത്തികവും അല്ലാതെയും ഒക്കെ സഹായം പ്രഖ്യാപിക്കുന്നതൊക്കെ എന്തിനാണ്? സ്ത്രീയെന്നും പുരുഷനെന്നും വിവേചിച്ചല്ല അവർക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ പിന്നെ സാമുദായികമായിട്ടോ പിന്നോക്കം നിൽക്കുന്നവർക്ക് സ്ത്രീയെന്നോ പുരുഷനുമായിട്ട് നിർണയിച്ചല്ല കൊടുക്കുന്നത്. എങ്കിൽ പിന്നെ എന്തിനാണ് ബസ്സിൽ സ്ത്രീകൾക്ക് ബസ് സീറ്റിൽ സംവരണം ഏർപ്പെടുത്തിയതിനെതിരെ പലരും കോടതിയിൽ പോയിട്ടില്ലേ? അതേ സുപ്രീം കോടതി വരെ പോയിട്ടില്ലേ? എവിടെങ്കിലും നിന്നിട്ടുണ്ടോ? ഇത് ഫിനാൻസ് മാറ്ററാണ് സാർ. അതും ഫിനാൻസ് മാറ്റർ അല്ലേ? ടിക്കറ്റ് എടുത്ത് ഒരേപോലെ ശ്രീ ജനമിത്ര നിൽക്കൂ. ജനമിത്ര ഞാൻ പറയുന്നത് കേൾക്കൂ. ശ്രീ ജനമിത്ര ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഒരു ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന പുരുഷനും സ്ത്രീയും, സ്ത്രീക്ക് പ്രത്യേകമായ സീറ്റുണ്ട്, പുരുഷന് പ്രത്യേകമായ സീറ്റില്ല എന്നാണല്ലോ അവസ്ഥ. പൊതു സീറ്റുകൾ എല്ലാവർക്കും ഇരിക്കാം. ഇതിനെതിരെ പലരും സുപ്രീം കോടതി വരെ പോയിട്ടുണ്ട്. കോടതി എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്ത്രീകൾക്ക് അങ്ങനെ അവകാശം കൊടുക്കുന്നത് ഭരണഘടനാനുസൃതമായി ഏതെങ്കിലും തരത്തിൽ തെറ്റല്ല, അത് വിവേചനമല്ല. അങ്ങനെ കൊടുക്കുന്നതിനെ പോസിറ്റീവായിട്ടാണ് കണ്ടിട്ടുള്ളത്. അത്ര ഇതിനകത്ത് കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു വിവേചനമൊന്നും താങ്കൾ കണ്ടെത്താൻ കഴിയില്ല. അത് വിവേചനവും അല്ല. ഒരു മിനിറ്റ് ഒന്ന് ചോദിച്ചു. അത് ശാരീരിക ബലഹീനതയായിരിക്കാം കോടതി നിരീക്ഷിച്ചത്, സാമ്പത്തിക ബലഹീനതയല്ല. പിന്നെ ഇപ്പൊ ഞാൻ പറയട്ടെ, കടമെടുത്ത ഈ പദ്ധതി നടത്തുന്നു വിചാരിക്കട്ടെ, ഈ ടിക്കറ്റ് എടുക്കുന്ന പുരുഷന്റെ മുകളിൽ മറ്റൊരു എക്സ്ട്രാ ചാർജും കൂടെ അല്ലേ അതിന്റെ അത് വരുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിലെ ഓരോ പദ്ധതി നടപ്പാക്കുമ്പോഴും ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ ആളുകളാണ് മാത്രമാണോ അതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നത്? സമൂഹത്തിന്റെ മൊത്തം പണമെടുത്തിട്ടല്ലേ ഓരോരുത്തർക്ക് വേണ്ടിയും ഓരോ കാര്യം ചെലവഴിക്കുന്നത്. സമൂഹത്തിൽ അങ്ങനെ ഓരോ വിഭാഗത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അല്ല, ഇതിലെന്താണ് കുഴപ്പം? താങ്കൾ ഈ ഒരു വാദം, വെറുതെ ഒരു വാദം താങ്കൾ ഇങ്ങനെ ഉന്നയിക്കാണ്. ഓരോ ദിവസം വന്ന് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു വാദം ഉന്നയിച്ചു. ഈ വർഷം വിവേചനമാണ്. ഇത് എങ്ങനെയാണ് വിവേചനമാകുന്നത്? ഇന്ത്യൻ നിയമം അനുസരിച്ച് എവിടെയും വിവേചനമല്ല. ജനമിത്ര അതിന് പദ്ധതികൾ തരാം. ജനമിത്രയുടെ പദ്ധതിയൊക്കെ അവിടെ നിൽക്കട്ടെ, അതവിടെ വെച്ചു. അതല്ലേ താങ്കളുടെ ഇടയ്ക്ക് ഈ പദ്ധതി ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഒരു പദ്ധതിയെ കുറിച്ച് വളരെ വിശദമായി ചോദിച്ചപ്പോൾ താങ്കൾക്ക് ഒന്നും പറയാനില്ലായിരുന്നു. വെറുതെ ആകാശത്ത് ഒരു പദ്ധതി പ്രഖ്യാപിക്കാൻ പറയാ, എന്താ പദ്ധതി ഒന്നും പറയാനില്ല. പറയാൻ പറ്റൂ സാറേ, ജനമിത്ര എന്ന പാർട്ടിയെ സർക്കാർ വിളിച്ചാലല്ലേ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റൂ. അല്ല, സർക്കാർ വിളിക്കണമെങ്കിൽ അവർക്ക് അതിന്റെ ഗൗരവം തോന്നണം. ഈ അഭിപ്രായം കേൾക്കുമ്പോൾ അതിനുള്ള ഗൗരവം തോന്നിയാൽ അവർ വിളിക്കും. അല്ല, അവർ ചോദിക്കട്ടെ. ഞങ്ങൾ പറഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് ആൾട്ടർനേറ്റീവ് ആയിട്ട് പിന്നെ സ്ത്രീക്കും പുരുഷനുമായിട്ടുള്ള പദ്ധതി ഉപയോഗിച്ചാൽ അവർക്ക് ജനപക്ഷ സർക്കാരായിട്ട് മാറാം കോൺഗ്രസ് സർക്കാർ. അവർ തീരുമാനിച്ചോളൂ എങ്ങനെ ജനപക്ഷ സർക്കാരാവും. അതിന് ജനമിത്രയുടെ ഉപദേശം അല്ല, ജനമിത്ര പാർട്ടിയുടെ ഉപദേശം എന്തായാലും നിങ്ങളുടെ പിന്തുണയോട് ജയിച്ചതൊന്നുമല്ലോ സാറേ. ഞങ്ങളുടെ പിന്തുണ അങ്ങനെയാണോ? അപ്പൊ സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു പാർട്ടി അവർ എടുക്കത്തില്ലേ? ശ്രീ ജനമിത്ര, താങ്കൾ ഗൗരവമായിട്ടാണ് ഒരു അഭിപ്രായം പറയുന്നത്. അതൊക്കെ ആളുകൾ സ്വീകരിക്കും. താങ്കൾ എല്ലാ ദിവസവും വിളിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? താങ്കൾക്ക് പറയാം, അതിന് യാതൊരു തടസ്സമില്ല. അതുകൊണ്ടാണ് താങ്കൾക്ക് ഈ സമയം ഞാൻ തരുന്നത്. താങ്കളെ കട്ട് ചെയ്യാതെ സമയം തരുന്നത് തന്നെ താങ്കൾക്ക് പറയാനുള്ള അവകാശം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ശരിയായിട്ടുള്ള കാര്യമല്ല സാർ, ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല. സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞാൽ അവർ കോമൺ ഫാക്ടറാണ്. കോമൺ ഫാക്ടർ ആവുമ്പം എല്ലാവരുടെയും അവരുടെ പിന്നെ ആശയങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ച് വേണം അവർക്ക് പോകാൻ. സ്വീകരിക്കണം എന്ന് അവരല്ലേ തീരുമാനിക്കുന്നത്? സ്വീകരിക്കാതിരിക്കും എന്നുള്ളതല്ലേ സാർ പറഞ്ഞു. ഞാൻ സാറിന്റെ വാദത്തെ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് തന്നെയാണ്. താങ്കൾ എന്താണ് പറഞ്ഞത്? സ്ത്രീകൾക്ക് മാത്രമായി കൊടുക്കുന്ന സൗജന്യം വിവേചനമാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങത് ഭരണഘടനാനുസൃതമായി വിവേചനമല്ല. സമൂഹത്തിൽ അങ്ങനെ പല വിഭാഗങ്ങൾക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് സർക്കാർ എന്നല്ലേ പറഞ്ഞത്. അതിനെന്തെങ്കിലും സംശയമുണ്ടോ? സ്ത്രീകൾക്ക് സൗജന്യ യാത്രയെന്ന് എന്താണ് ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ടോ? സ്ത്രീകൾക്ക് സൗജന്യ യാത്രയെന്ന്? താങ്കളോട് തൽക്കാലം എനിക്ക് സംസാരിക്കാൻ വയ്യ. ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റ് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ സമൂഹത്തിലെ ഇന്ന വിഭാഗത്തിന് ഇന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ കൊടുക്കണമെന്നോ എഴുതി വെച്ചിട്ടില്ല. 10 വർഷത്തേക്കുള്ളായിരുന്നു ഭരണഘടനയിൽ മാറ്റം വരുത്താമെന്ന് വരെ ക്ലോസ് ഉണ്ട് അതിന്റെ അകത്ത്. ശരി, ഓക്കെ. താങ്കളുടെ ഭരണഘടനയിൽ മാറ്റം വരുത്തുക ഉത്തരവാദിത്തപ്പെട്ടത് അത് ചെയ്തോളൂ ജനമിത്ര. ശരി ജനമിത്ര.
ശരി, ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ പദ്ധതിയെ കുറിച്ച്? സാർ നമസ്കാരം. നമസ്കാരം. യാതൊരു വിവേചനവും ഇല്ല. ജനമിത്ര പാർട്ടിയുടെ പ്രകടന പത്രിക അവർ ഭരണത്തിൽ വരുമ്പോൾ അവർ നടപ്പാക്കട്ടെ, അല്ലാതെ മറ്റൊരു പാർട്ടി അധികാരത്തിൽ വന്നിട്ട് അവർ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനം അവർ നിറവേറ്റിയിരിക്കുന്നു. തുടക്കത്തിൽ തന്നെ അവര് ഓർഡിനറി ബസ്സിൽ ഒരു മാസം പരിശോധിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള സാഹചാർഹമാണ്. ഇത് വി ഡി സതീശന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയാൽ വളരെ സാഹചാർഹമായ നിലപാടാണ്. കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ആ വിശ്വാസം, അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ഔദാര്യമല്ല എന്നാ. ആ സംസാരത്തിൽ തന്നെ വളരെ വളരെ വിലയുണ്ട് സാർ. കാരണം മറ്റെല്ലാവരും കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഔദാര്യം എന്നുള്ള രൂപത്തിലാണ് സംസാരിക്കുക. അദ്ദേഹം പറഞ്ഞത് സ്ത്രീത്വത്തോടുള്ള ആദരവാണിതെന്ന, അമ്മമാരോടും പെങ്ങന്മാരോടുള്ള ആദരവാണ്, അല്ലാതെ ഔദാര്യമായിട്ട് UDF സർക്കാരിന്റെ ഔദാര്യമായിട്ട് ഇതിനെ കാണേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ നിലവാരത്തിൽ അദ്ദേഹം ഇത് പരിശോധിച്ച് ഈ KSRTC സൗജന്യ യാത്ര കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ വളരെ സാഹചാർഹമാണ്. പിന്നെ ജനമിത്ര പാർട്ടി അദ്ദേഹം പ്രകടന പത്രിക ഉണ്ടാക്കട്ടെ. അദ്ദേഹത്തിന്റെ പാർട്ടി മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ വിവേചനം കാണിക്കാട്ടെ. സ്ത്രീക്കും പുരുഷനും കുട്ടിക്കും ആണിനും പെണ്ണിനും മൊത്തം കൊടുത്ത് രാജ്യം ഒന്ന് നന്നാക്കി കാണിക്കട്ടെ. കാവ് എടുത്താലും കാവിന്റെ കനറിയുന്ന ഒരു ഭാഷയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. എന്ന് പറഞ്ഞാൽ കനം എടുക്കുന്നവനെ കനം അത് എടുത്ത് നടക്കുന്നവനെ അത് അറിയുന്നു. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ സാമ്പത്തികം ഇഷ്ടപ്പെട്ടത് ഇത് ഔദാര്യമല്ല, ഇത് ആദരവാണ് എന്ന് പറഞ്ഞത്. അതിൽ ഒരു വലിയ സന്ദേശമുണ്ട്. ആർക്കെങ്കിലും ഒരു സൗജന്യം കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഞങ്ങളെന്തോ തരുന്നതാണ് എന്ന് മട്ടിൽ കൊടുത്താൽ യാതൊരു അർത്ഥവുമില്ല, അത് അവകാശമാണ് എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി ഉണ്ട്. ശിവശങ്കർ പറയുന്നു, വിമർശകർ ഒന്നോർക്കുക, പാവപ്പെട്ട തുച്ഛമായ വരുമാനമുള്ള അമ്മമാർക്കും കുടുംബാംഗങ്ങൾക്കും വലിയ ആശ്വാസമാണ് അനുമോദനം എന്ന് പറയുന്നു. അഭിനവ് ഡൊമിനിക് പറയുന്നു, ഗവൺമെൻറ് ജോലിയുള്ള സ്ത്രീകൾ സൗജന്യമായി യാത്ര ചെയ്യുകയും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത പുരുഷൻ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ലോജിക്ക് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിൽ പോയിരുന്നു, ഇപ്പോഴാണ് എത്തിയത്. മണിമല, നിങ്ങൾ സർക്കാരിൻ്റെ വികസനം എന്തായിരുന്നു? 2500 പറഞ്ഞ് 1600 കൊടുത്ത് 4.5 വർഷം പറ്റിച്ച കഥയാണ്, അതും ചർച്ചയാക്കാൻ സൗജന്യ യാത്ര ബഹിഷ്കരിക്കുന്നത് നല്ലതെന്നൊക്കെ ശശിധരൻപിള്ള പറയുന്നു. കൃഷ്ണദാസ് പറയും, ദോഷങ്ങൾ മറ്റാർക്കും ഇല്ലെങ്കിലും മാറ്റങ്ങളൊക്കെ നല്ലതല്ലേ എന്ന് പറയുന്നു. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച പോലെയായി KSRTCയുടെ അവസ്ഥ, എല്ലാം കാത്തിരുന്ന് കാണാമെന്നാണ് ശശിധരൻ കെ മറ്റൊരാളാണ് പറയുന്നത്. വിഷ്ണു M നായർ പറയുന്നു, ഇക്വാലിറ്റി എന്നതിന് പകരം സീസോ ജസ്റ്റിസ് ചെയ്യാൻ നോക്കിയാൽ മറ്റേ ഭാഗത്ത് വെറുപ്പ് വളരും എന്ന് പറയുന്നു. ശ്രീത്ത് കായംകുളം വാക്കു പാലിച്ചു തുടങ്ങിയിരിക്കുന്നു, ഒരുപാട് പേർക്ക് സഹായമാണ്. ഇലക്ട്രിക് ബസ് കൂടിയായാൽ ഭൂമിദേവിയെ കൂടി നമുക്ക് സംരക്ഷിക്കാമെന്ന് പറയുന്നു. ഗോളാന്തര യാത്ര വരും. നമസ്കാരം കിരൺ, അമ്പാടി ഗോമാത പിള്ള ജയകുമാർ എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞു അദ്ദേഹം. ഞാൻ അല്പം നേരം പുറത്തായിരുന്നു, എന്തായാലും ജയിൽ കിടക്കുന്നവർ നല്ല കാര്യം ചെയ്തിട്ടല്ല പോകുന്നത്, അവരെ പോഷകം കൊടുത്ത് തീറ്റി വളർത്താൻ കിരൺ സാർ കൂട്ടുനിന്നാൽ മതി, ജനത്തിൻ്റെ നീതിപ്പണം അതിനല്ല എന്ന് പറയുന്നു. ശ്രീ സുനിൽകുമാർ, പക്ഷേ ജനത്തിൻ്റെ നീതിപ്പണം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്, ജനത്തിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. അവരും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. കുറ്റം ചെയ്തിട്ട് പോയാലും എന്ത് ചെയ്തിട്ട് പോയാലും ജയിൽ ഉള്ള ആളുകൾക്ക് മിനിമം അവർക്ക് അസുഖം വന്നാൽ അവരെ ചികിത്സിക്കുക എന്നുള്ളത്, അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതുമൊക്കെ, അല്ലാതെ അവർക്ക് 5 സ്റ്റാർ ഭക്ഷണമൊന്നും അല്ല കൊടുക്കുന്നത്. അതിന് താങ്കളൊരു ഇതിനെ അങ്ങ് പറഞ്ഞതാണ്, ആ ഭക്ഷണം പറഞ്ഞാൽ ഇവിടെ നല്ല ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കാമെന്നൊക്കെ, അതിൻ്റെ ആ ഐഡിയയാണ് ഞാൻ എതിർത്തത്. അതുപോലെ ബാബു രാജൻ പറയുന്നു, ഈ സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയും ഭാര്യയും സഹോദരിയും ഒക്കെ തന്നെയാണ്, അതുകൊണ്ട് തന്നെ വളരെ നല്ല തീരുമാനമാണ് എന്ന് പറയുന്നു. എനിക്ക് 2 കുട്ടികളാണ്, സ്കൂൾ പോകുന്നുണ്ട്, ഒരാൾക്ക് ബസ് ചാർജ് ഫ്രീ, മറ്റേയാൾക്ക് ഫ്രീ ഇല്ല, അതെന്തായാലും കുട്ടികൾ എന്ത് പിഴച്ചു? ഒന്നും പിഴക്കേണ്ട, ഒരാൾക്ക് ഫ്രീ കിട്ടിയാൽ അത് വലിയ ഉപകാരമായില്ലേ? ഒരാളുടെ പണം എങ്കിലും നമുക്ക് കുറേ, കുട്ടികൾക്ക് ഇതിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അവർക്ക് കേരളത്തിൽ എത്രയോ കാലമായി കൺസെഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്, വളരെ ചെറിയ തുകയ്ക്ക് പോകാനുള്ള സൗകര്യങ്ങളുണ്ട് അവർക്ക്. ഇനി സ്ത്രീകൾക്കാണെങ്കിൽ അതുകൂടി വേണ്ട. ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും അതിനെ അംഗീകരിക്കുക, അഭിനന്ദിക്കുക. കുറ്റം പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് വന്നവർ അധികാരത്തിൽ വന്ന പ്രകടനപത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിറവേറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഹക്കീം ആണ് പറയുന്നത്. അമ്പലത്ത് മുസ്തഫ പറയുന്നു, ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് എന്തിനാ സൗജന്യ യാത്ര എന്ന് ചോദിക്കുന്നു. അമ്പലത്ത് മുസ്തഫ, ഈ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ എല്ലാവരും വലിയ വരുമാനം ഒന്നും ഉള്ളവരല്ല. 10,000 രൂപയും അതിൽ കുറഞ്ഞ വരുമാനമുള്ള സ്ത്രീകളും 5,000, 6,000 രൂപയ്ക്കൊക്കെ ജോലി ചെയ്യുന്നവർ ഇപ്പോഴും കേരളത്തിലുണ്ട്. അല്ലെങ്കിൽ 15,000, 20,000, 25,000, 30,000 ഒക്കെ, അതൊക്കെയാണ് ഒരു ശരാശരി ശമ്പളം. അല്ലാതെ എല്ലാവരും ലക്ഷങ്ങൾ വാങ്ങുന്നവരല്ല. അങ്ങനെയുള്ളവരില്ല എന്നല്ല, അങ്ങനെയുള്ളവരും ഉണ്ട് കേരളത്തിൽ. എന്തായാലും അങ്ങനെ കുറേയേറെ കമൻറ്റുകൾ കൂടിയുണ്ട്. ഏറെ കമൻറ്റുകൾ ഇന്ന് വായിച്ചു വന്നു. എന്തായാലും നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് കൂടി പോകേണ്ടതുണ്ട്. നമ്മൾ
മടങ്ങി വരികയാണ്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, ചുരുക്കി പറയണം, താങ്കൾക്ക് എന്താണ് ഈ സൗജന്യ ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടും അതിന്റെ വരുമാനവും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടൊക്കെ പറയാനുള്ളത്? വളരെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഇന്ദിര പ്രിയദർശിനിയുടെ ഈ പദ്ധതിയെ ഞാൻ നോക്കിക്കാണുന്നത്. വാഗ്ദാനങ്ങൾ വെറും പാഴ്വാക്കല്ല, അത് പാലിക്കപ്പെടേണ്ടതാണ് എന്ന അടിവരയിട്ടുകൊണ്ട് വി.ഡി. സതീശൻ നമ്മളോട് പറഞ്ഞു തരികയാണ്. നമുക്കറിയാലോ, പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായ ഒരു ഖജനാവ് കാവൽക്കാരനാണ്, സൂക്ഷിപ്പുകാരനാണ് വി.ഡി. സതീശൻ. ആ ആർജവത്തോടു കൂടിയും ഇച്ഛാശക്തിയോടുകൂടിയും ഉറച്ച ആത്മവിശ്വാസത്തോടും കൂടിയാണ് ഈ പദ്ധതി അദ്ദേഹം ഭരണത്തിലേറി 1 മാസം പോലും തികയാതെ അദ്ദേഹം പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. ഇതേ സ്ത്രീ സമൂഹം വളരെ സന്തോഷത്തോടും ആശയത്തോടും കൂടിയാണ് നിറകണ്ണുകളോടെ, സന്തോഷത്തിന്റെ നിറകണ്ണുകളോടെയാണ് ഇത് എതിരേറ്റെന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും നമുക്ക് അടുത്ത പ്രശ്നങ്ങൾ ശ്രീ രാജനാണ് പയ്യോളിയിൽ നിന്ന്. ശ്രീ രാജൻ, താങ്കളുടെ അഭിപ്രായം വേഗത്തിൽ പറയാം. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ പറഞ്ഞത് സാർ, ഒറ്റ മിനിറ്റ് സാർ. പറഞ്ഞോ സാറേ. നമ്മളെ KSRTCയുടെ വരുമാനം KSRTCയുടെ ഉള്ളിൽ തന്നെയുണ്ട് സാറേ. കാരണം എന്ന് പറഞ്ഞാൽ സാറേ, KSRTCയുടെ ഓരോ വർക്ക്ഷോപ്പിന്റെയും കോടിക്കണക്കിന് രൂപയുടെ ആസ്തികളാണ് കണ്ടം ചെയ്ത് കിടക്കുന്നത്. അതെല്ലാം എത്ര കണ്ടം ചെയ്ത സാധനങ്ങളാണ് ഓരോ വർക്ക്ഷോപ്പിന്റെയും മുന്നിലുള്ള. ഇതന്നെ കോടിക്കണക്കിന് രൂപ, 1000 കോടിയുടെ മേലെയുള്ള ഓരോ ഇതിന്റെയും പോയാൽ കാണാം സാറേ. ഈ ടയറും പിന്നെ പണ്ടെല്ലാം ബാറ്ററിയെല്ലാം കുഴിച്ചിട്ട് ആൾക്കാരില്ലേ, ബാറ്ററിയെല്ലാം ഈ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ബാറ്ററിയെല്ലാം കൊണ്ടേ കുഴിച്ചിട്ടിട്ട് കാണുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരുള്ള കാലത്തോളം ഈ നഷ്ടം സംഭവിക്കൂലേ? ഇങ്ങനെയുള്ള പൊയ്ക്കെട്ടുകളെല്ലാം ഒഴിവാക്കി നല്ലതാണെങ്കിൽ KSRTCക്ക് ലാഭാ. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഏതെങ്കിലും നമ്മളെ വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ KSRTCന്റെ ആക്രി വിറ്റാൽ തന്നെ ഒരു 100 കോടി 200 കോടി രൂപ കിട്ടൂലേ? ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് പെട്ടെന്ന് ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കണം. ജയകുമാർ പറഞ്ഞു, എനിക്ക് ജയിലിൽ പോകാൻ നല്ല ഭക്ഷണം കഴിക്കാനുള്ള വഴിയുണ്ട് കിരടേ എന്ന് പറയുന്നു. ശ്രീ ജയകുമാർ, താങ്കൾക്ക് അങ്ങനെ വഴിയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല താങ്കളത് വ്യക്തിപരമായി എടുക്കേണ്ടതില്ല. പ്രതികരിച്ചത് കേരളത്തിലെ ജയിലുകളൊക്കെ 5 സ്റ്റാർ സൗകര്യത്തിലാക്കി എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ജയിലിൽ സൗകര്യം കൂട്ടി എന്നൊക്കെ പറയാം, 5 സ്റ്റാർ സൗകര്യത്തിലാക്കി എന്നൊക്കെ പറയുമ്പോൾ അത് കടന്നുകയാണ്. താങ്കൾ ഒരു രാഷ്ട്രീയമായി എതിരായ ഒരു പാർട്ടി ഭരിച്ചു എന്ന് കരുതി അവർ കേരളത്തിലെ ജയിലുകൾ 5 സ്റ്റാർ സൗകര്യമാക്കി എന്ന് പറയുമ്പോൾ, 5 സ്റ്റാർ സൗകര്യമാക്കി താങ്കൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ അകത്ത് പോയി അവിടെ നിൽക്കൂടെ? നമുക്ക് 5 സ്റ്റാർ സൗകര്യത്തിൽ എല്ലാ ദിവസവും ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൂടെ, കുറച്ചാളെങ്കിലും പോയിക്കൂടെ എന്നാണ് ചോദിച്ചത്. അല്ലാതെ അതിനെ വ്യക്തിപരമായി എടുക്കേണ്ടതില്ല ശ്രീ ജയകുമാർ. ആ രാഷ്ട്രീയ അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ മറുപടി അതിന് പറഞ്ഞതും. ഒരു കുട്ടി കാണുമ്പോൾ ഒരാൾക്ക് മാത്രം സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതെന്ന് പറയാൻ വിഷ്ണുനാരായണ ശരിയല്ലെന്നായിരിക്കും ഉദ്ദേശം തോന്നുന്നു. ഇന്ത്യൻ നിയമത്തിലെ 39A വകുപ്പ് പ്രകാരം സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണനയും സൗജന്യവും നൽകണമെന്ന് പച്ചയായി എഴുതി വെച്ചിട്ടുണ്ട്. മൈത്രിക്കാരനോടൊന്ന് പറഞ്ഞു കൊടുക്കുന്നു ഗോളാന്തര യാത്ര പറയുന്നു. ആ വകുപ്പ് ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും അത് താങ്കൾ അവർക്ക് തന്നെ പരിശോധിക്കാവുന്നതാണ്. ശ്രീ ബാലകൃഷ്ണൻ വടകര, ഇത് ഔദാര്യമല്ല എന്ന് സതീശൻ പറഞ്ഞത് വലിയ കാര്യമെങ്കിൽ അദ്ദേഹം കേരള സർക്കാർ നടപ്പാക്കിയ സ്ഥലങ്ങളിൽ ലൈഫ് മിഷൻ വീടുകൾ, സ്കൂളുകൾ, ആശുപത്രി എല്ലാം മോഡി ചിത്രം കാവ്യ നിറവും വെക്കണമെന്ന് പറയുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു വിവാദം ഉണ്ടായതായി എനിക്കറിയില്ല. എന്തായാലും ഈ വിഷയത്തിൽ ഭൂരിപക്ഷം പ്രേക്ഷകരും പ്രതികരിച്ചത് ഓർഡിനറി ബസ്സിലാണെങ്കിലും ഇപ്പോൾ നടപ്പാക്കിയത് സ്ത്രീകളെ സംബന്ധിച്ച് അതൊരു ശാക്തീകരണമാണ്. പ്രത്യേകിച്ച് കുറഞ്ഞ വരുമാനക്കാരെ സംബന്ധിച്ച് അതൊരു വലിയ നേട്ടമാണ്. പക്ഷേ സർക്കാരിൻ്റെ വാഗ്ദാനം, മുന്നണിയുടെ വാഗ്ദാനം അതായിരുന്നില്ല. മുഴുവൻ നടപ്പാക്കുന്നത്, അത് ക്രമേണ നടപ്പാക്കുമെന്നുള്ള പ്രതീക്ഷ പങ്കുവച്ചവരുമുണ്ട്. അപൂർവം ചിലരെങ്കിലും ഇതിനെ വിമർശനാത്മകമായ രീതിയിൽ കണ്ടവരും. അതോടൊപ്പം തന്നെ KSRTC വരുമാന മാർഗം കണ്ടെത്താൻ ഒരുപാട് വഴികൾ ഇപ്പോൾ തന്നെ കിടപ്പുണ്ട്. അതൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡുകളിലൊക്കെയുള്ള കടമുറികളടക്കം ഒഴിഞ്ഞു കിടക്കുന്നതും അവിടുത്തെ സ്പെയർ പാർട്സുകൾ സംബന്ധിച്ച ആരോപണങ്ങളൊക്കെ, അങ്ങനെ നിരവധി ആരോപണങ്ങളും കെടുകാര്യസ്ഥതയും എന്നും KSRTC ഉണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ പരിഹരിച്ച് ഇതിനെ ഒരു വരുമാന വഴിയാക്കി മാറ്റാൻ ഒരു സർക്കാരിന് കഴിഞ്ഞാൽ അതൊരു നല്ല തുടക്കമാവും. അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇങ്ങനെ തുടരാനാണ് പാവങ്ങൾ. സ്വാഭാവികമായും ഇത് വലിയ സാമ്പത്തിക ബാധ്യതയായി സർക്കാരിന് മാറുകയും ചെയ്യും. എന്തായാലും സജീവമായ ചർച്ചയാണ് ന്യൂസ് 18 പൊതുവേദിയിലുണ്ടായത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.